2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികാം. 2 കൊരിന്ത്യർ ലേഖനം, 2 Corinthians chapter 10, 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. 5-ാം വാക്യം. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. സോ അതിൻ്റെ ആദ്യ വാക്യത്തിലെ ഒരു പദമാണ് നാം ഇന്ന് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആയുധങ്ങൾ, അവർ വെപ്പൺസ്, നമ്മുടെ ആയുധങ്ങൾ, ആത്മീയ ജീവിതത്തിൻ്റെ ആയുധങ്ങൾ, അല്ലെങ്കിൽ ആത്മീയൻ്റെ ആയുധങ്ങൾ. നിങ്ങൾ ആത്മീയരാണോ ജഡികരാണോ എന്ന് തിരിച്ചറിയുന്നത് ഞായറാഴ്ച നിങ്ങൾ പോകുന്ന പള്ളിയുടെ ബോർഡ് കണ്ടിട്ടല്ല. നിങ്ങൾ ആത്മീയരാണോ ജഡികരാണോ എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ്. നോട്ട് ഈവൻ നിങ്ങളുടെ ഗിഫ്റ്റ്സ് കണ്ടിട്ടല്ല, നിങ്ങളുടെ കൃപാവരങ്ങൾ കണ്ടിട്ടല്ല. നമുക്ക് പ്രവചിക്കാം, രോഗികളെ സൗഖ്യമാക്കാം, നന്നായി പാടാം, നന്നായി പ്രസംഗിക്കാം, നന്നായി കൃപാവരങ്ങളിൽ ജ്വലിക്കാം. എല്ലാം നല്ലതാണ്, അത് ആവശ്യമാണ്. പക്ഷേ അത്യാവശ്യമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ആവശ്യമാണ് കൃപാവരങ്ങൾ, പക്ഷേ അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ ജീവിതമാണ്. കേൾക്കുക, കൃപാവരങ്ങളെ ദൈവം തന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. കൃപാവരങ്ങൾ ഒരിക്കലും നമുക്ക് പേരെടുക്കാനോ നമ്മളെ വലിയവനെന്ന് കാണിക്കാനോ വേണ്ടിയല്ല ദൈവം തന്നത്. കൃപാവരം ദൈവം തന്നത് മറ്റുള്ളവരുടെ വിടുതലിനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ്. എന്താ വേണ്ടാതിരിക്കുന്നത്? യെശയ്യാപ്രവചനം 61:1 മുതൽ 3 വരെ വായിക്കുമ്പോൾ മെശിഹായുടെ വലിയ അഭിഷേകത്തിൻ്റെ 9 കൂട്ടം കാര്യങ്ങൾ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബദ്ധന്മാർക്ക് വിടുതൽ. ലൂക്കോസ് 4:18 അത് ആവർത്തിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട്. സോ ഏറ്റവും വലിയ അഭിഷേകം യേശു കർത്താവ് ചുമക്കുമ്പോഴും അതൊന്നും തനിക്ക് വേണ്ടിയല്ല, പകരം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സോ എല്ലാവരും കൃപാവരങ്ങളിൽ നിറയണം. നല്ലൊരാമൻ കേൾക്കട്ടെ. എല്ലാവരും പ്രവചിക്കണം. നല്ലൊരാമൻ കേൾക്കട്ടെ. എല്ലാവരും രോഗികളെ സൗഖ്യമാക്കണം. എല്ലാവരും പട്ടണത്തിൽ ഭൂതങ്ങളെ പുറത്താക്കണം. എല്ലാവരും കൃപയിലും കൃപാവരത്തിനും വളരണം. പക്ഷെ മനസ്സിലാക്കണം, അതൊന്നും നമുക്ക് വേണ്ടിയല്ല. നമ്മളവൻ്റെ ഗ്ലോറി ചാനലാണ്. നമ്മളവിടെ മഹത്വത്തിൻ്റെ ചാനലായിട്ട് ദൈവം നമ്മെ ഉപയോഗിക്കുന്നു. എന്നാൽ കൃപയും കൃപാവരവും കർത്താവ് നമുക്ക് നൽകി തന്ന് അത് ഉപയോഗിക്കുമ്പോൾ രണ്ട് ബെനിഫിറ്റാണ് ദൈവകൃപയാൽ അവിടെ വെളിപ്പെടുന്നത്. അത് രണ്ടും നമുക്കുള്ളതല്ല. ഒരിക്കൽ കൂടെ 2 ബെനിഫിറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അത് രണ്ടും കൃപാവരങ്ങൾ നിറഞ്ഞവന് വേണ്ടിയുള്ളതല്ല. 1, ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുന്നു. 2, ആത്മാക്കൾ വിടിവിക്കപ്പെടുന്നു. ആമേൻ. 1, ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുന്നു. 2, ആത്മാക്കൾ വിടിവിക്കപ്പെടുന്നു. നിങ്ങളുടെ മിനിസ്ട്രി സക്സസ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ, എത്രത്തോളം ആത്മാക്കൾ വിടിവിക്കപ്പെട്ടു, എത്രത്തോളം ജനം രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ കടന്നു വന്നു, എത്രത്തോളം ജനം സ്നാനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു. എന്താ മിണ്ടാതിരിക്കുന്ന ഉള്ള കാര്യം പറഞ്ഞപ്പോൾ? നിങ്ങളുടെ ശബ്ദത്തിൽ സുവിശേഷം കേട്ട് എത്ര പേർ ദൈവസഭയിൽ അംഗങ്ങളായി തീർന്നു. നിങ്ങൾ നിമിത്തം എത്ര പേർ ദൈവരാജ്യത്തിലേക്ക് അംഗങ്ങളായി തീർന്നു. എത്ര പേർ നിങ്ങളിലൂടെ സ്നാനപ്പെട്ട ദൈവസഭയിൽ വന്നു. മേ ബി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടർച്ച കണ്ടിട്ട് പലരും ചർച്ചിൽ വരാതിരുന്ന് കാണും. തിരുവചനം പറയുന്നു, ഈടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. എന്നാൽ സ്തോത്രം, നിങ്ങൾ ഒരു പാരമായി ദൈവം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന രൂപാന്തരം കണ്ടിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ജൈവൻ ചെയ്യുന്നതായ പ്രവൃത്തി കണ്ടിട്ട്, നിങ്ങളുടെ സാക്ഷ്യം നിമിത്തം എത്ര പേർ ദൈവകൃപയിൽ കടന്നു വന്നു. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൃപാവരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, കൃപാവരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല. ഒരിക്കൽ കൂടെ, കൃപാവരം ഒരിക്കലും നിങ്ങളുടെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല. കരിസ്മ ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല. പകരം നിങ്ങളുടെ ക്യാരക്ടറാണ് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ കരിസ്മ നിങ്ങൾ ഒരിക്കലും ദൈവസന്നിധിയിൽ അത് എത്തിക്കുന്നില്ല.
ക്യാരക്ടറാണ് നിങ്ങളെ എത്തിക്കുന്നത്. ഈവൻ ശിംശോന് കരിസ്മ ഉണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാരക്ടറില്ലായിരുന്നു. ശിംശോന് കരിസ്മ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാരക്ടറില്ല. ദലീലയിൽ താൻ തകർന്നു പോയി. ദാവീദിൻ്റെ ഒരേ ഒരു ബ്ലാക്ക് സ്പോട്ടായി നമ്മൾ കാണുന്നത് ബത്ശേബയുടെ കാര്യമാണ്. ദാവീദ് കരടിയിൽ ജയിച്ചു, കരടിയുടെ മുൻപിൽ ജയിച്ചു. ദാവീദ് സിംഹത്തിൻ്റെ മുൻപിൽ ജയിച്ചു, ഗോലിയാത്തിൻ്റെ മുമ്പിൽ ജയിച്ചു. പറഞ്ഞാട്ടെ, ആരുടെ മുമ്പിൽ തോറ്റു? ബൈബിൾ സ്റ്റഡിയാ, ശബ്ദം ഉയർത്തി പറ. ആരുടെ മുമ്പിൽ തോറ്റു? ബത്ശേബയുടെ മുൻപിൽ തോറ്റു. ക്യാരക്ടറുകൾ തോറ്റു. കരിസ്മയിൽ ജയിച്ചു. കരിസ്മ നിമിത്തം കരടിയുടെ മുമ്പിലും സിംഹത്തിൻ്റെ മുമ്പിലും ഗോലിയാത്തിൻ്റെ മുമ്പിലും താൻ ജയിച്ചു. പക്ഷേ ക്യാരക്ടർ നിമിത്തം ബത്ശേബയുടെ മുമ്പിൽ താൻ തോറ്റു. മനസ്സിലാക്കണം, ഞാൻ വ്യഭിചാരമോ അല്ലെങ്കിൽ ദുർനടപ്പോ പൈസ മോട്ടിക്കുന്നതോ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തതോ മാത്രമല്ല പാപമെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. പകരം മനസ്സിലാക്കണം, നമ്മുടെ പോരേണ്ട ആയുധങ്ങൾ ജഡികങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. താഴേക്ക് വായിക്കുമ്പോൾ അൺനെസസറിയായി മനസ്സിൽ പൊങ്ങുന്ന സ്ട്രോങ് ഹോൾസ്, നമ്മുടെ തെറ്റായ മെൻറ്റാലിറ്റി, ഞാൻ ആ പദത്തിലേക്ക് വീണ്ടും കടന്നു വരും. അത് നമ്മുടെ ആത്മീയ വളർച്ചയെ തടയുന്നു. നിങ്ങളെ മാലിന്യപ്പെടുത്തുന്നത്, സ്പിരിച്വൽ ഗ്രോത്തിന് തടസ്സമായിരിക്കുന്ന എന്താണോ, ഇറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ്. നിങ്ങളെ അശുദ്ധിയിലേക്ക് തള്ളിവിടുന്നതും നിങ്ങളുടെ ആത്മീയ വളർച്ചയിലേക്ക് മുരടിപ്പിക്കുന്നതുമായ കാര്യാദികൾ എന്താണോ? ചേട്ടാ, ഈ പഞ്ചായത്തിൽ നിന്ന് ആത്മാവില്ലയോ? ഒരിക്കൽ കൂടെ, നിങ്ങളെ മലിനപ്പെടുത്തുന്നതും ആത്മീയ വളർച്ചയ്ക്ക് മുരടിപ്പിക്കുന്നതുമായ കാര്യാദി എന്താണോ, കോംപ്രമൈസ് ചെയ്യല്, അതിനെ എടുത്തു കളയണം. ആത്മീയ ജീവിതം സക്സസ് ആകുന്നത് ഒരുവൻ്റെ കരിസ്മ കണ്ടിട്ടല്ല. ഒരുവൻ എത്രത്തോളം ചർച്ചിൽ വന്ന് കസേരയിട്ടു, ഹാള് ക്ലീൻ ചെയ്തു, പ്രസംഗിച്ചു, പ്ലാറ്റ്ഫോമിൽ നിന്നു, സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തു, ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തു, കൊയറിൽ പാടി, എത്ര ദൈവദാസന്മാരെ കൊണ്ടുവന്നു, എത്ര ചർച്ചിൽ ആക്റ്റീവായി, ഇതൊക്കെ ആർക്കും ചെയ്യാൻ തക്കോണം കഴിയും. എത്ര ബിൽഡിംഗ് ഫണ്ടിന് കൊടുത്തു, എത്ര ദേശാംശം കൊടുത്തു, ഇതെല്ലാം ആവശ്യം സഹോദരങ്ങൾ. ഇതെല്ലാം ഉണ്ടായാലേ കാര്യം നടക്കത്തുള്ളൂ. പക്ഷെ മറക്കല്ല്, ഇതെല്ലാം ആവശ്യമെങ്കിൽ അത്യാവശ്യമെന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറാണ്. ഹല്ലേലൂയ. ആ ക്യാരക്ടർ ഇല്ലാതെ, ആ സ്വഭാവമില്ലാതെ, ആ സ്വഭാവത്തിന് എതിരായി നിൽക്കുന്ന സ്ട്രോങ് ഹോൾഡ്സ്, സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, അത് നമ്മളെ തടയുന്ന കാര്യമാണ്. ആ സങ്കല്പങ്ങളെ, വിചാരങ്ങളെ ഇടിച്ചു കളയണം. മീനിങ് അത് പേഴ്സണാലിറ്റി ചേഞ്ചാണ്. നമ്മുടെ വ്യക്തിത്വം മാറണം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ വന്നതായ സ്വഭാവത്തിലല്ല രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അടുക്കുമ്പോൾ നമ്മളാകുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി മാറണം. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. പണ്ട് കള്ളം പറഞ്ഞു, ഇപ്പോൾ വിശുദ്ധ കള്ളം പറയുന്നു. ഇപ്പം എല്ലാ കാര്യത്തിലും വിശുദ്ധി എന്നുകൂടെ ചേർത്ത്, അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന്. പണ്ട് കോപിച്ചു, ഇപ്പോൾ വിശുദ്ധ കോപിക്കുന്നു. കമാൺ, സ്തോത്രം. ഇത് നാടകമല്ല, ഇത് അഭിനയമല്ല, ഇത് അനുഭവമാണ്. ആ സ്ട്രോങ് ഹോൾഡ്സ്, ആ മെൻറ്റാലിറ്റി, മനസ്സ് മാറിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സ് മാറിയവരെയാണ് ദൈവം ഉപയോഗിച്ചത്. ലൈഫ് വേസ്റ്റ് ചെയ്യല്ലേ, ലൈഫ് ഒരു ദിവസം പോലും വെറുതെ കളയല്ലേ. ദൈവം നമ്മളെ ഉപയോഗിക്കണം. അവസാന നാളിൻ്റെ അവസാന മണിക്കൂറിൽ, അവസാന സെക്കൻഡിലാണ് നാം ആയിരിക്കുന്നത്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, കർത്താവേ. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ഹീലിംഗ് പോലെ, ഒരു ഫീലിംഗ് പോലെ, കുറച്ച് ഫീലിങ്ങിൽ അങ്ങ് പോകാം. പക്ഷെ ഫീലിംഗ് അല്ല ആത്മീയം. ആത്മാവുണ്ടെന്ന് തോന്നുന്നു, അവൻ എന്നെ കുലുക്കി. നിങ്ങൾ മാത്രമല്ല, അരിച്ചാക്കിനെ വരെ അവർ കുലുക്കാറുണ്ട്. കുലുങ്ങുന്നതല്ല കാര്യം, അനുഭവിക്കുന്നതാണ് കാര്യം. ശബ്ദമല്ല കാര്യം, ജീവിതമാണ് പ്രധാനം. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മുടെ മെൻറ്റാലിറ്റി മാറാതെ, നമ്മുടെ സ്ട്രോങ് ഹോൾസ്, നമ്മുടെ മാനസികമായ അവസ്ഥ, നമ്മുടെ സ്വഭാവം മാറാതെ ഒരിക്കലും ദൈവത്തിന്, വിശുദ്ധനായ ദൈവത്തിന് സ്ഥായിയായി, സ്ഥിരമായി, അനുഗ്രഹമായി നമ്മെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. പലരുടെയും മെൻറ്റാലിറ്റി മാറാത്തത് കൊണ്ട് കുറച്ച് നാളോടും, പക്ഷേ പിന്നത്തേതിൽ അവർ തകർക്കപ്പെടും. ആ ഗതികേട് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകാതിരിപ്പാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന, ഒരിക്കൽ കൂടെ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന എല്ലാ
സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും കോട്ടകളെ ഒരിക്കൽ കൂടെ. ആകയാൽ നാലാം വാക്യം തന്നെ, നാലാം വാക്യം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള തന്നെ. 5-ാം വാക്യം. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ച് കളഞ്ഞ. ഇംഗ്ലീഷ് ബൈബിൾ പറയും ഇമാജിനേഷൻസ് ആൻഡ് തോട്ട്സ്. ഇമാജിനേഷൻസ് ആൻഡ് തോട്ട്സ്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത്? ചിലരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലരുടെ ബ്ലഡ് ഇങ്ങനെ ചൂടാകുകയാണ്. ചിലരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ വലിച്ച് കീറി 16 കർഷണമാക്കേണ്ട ദേഷ്യമുണ്ട്. എന്തൊരു ശാന്തത കർത്താവേ, സഹായിക്കണപ്പാ. ഇവരാരും സപ്പോർട്ട് ചെയ്യുന്നില്ല വെച്ചാൽ നീയേ ഇന്ന് രാത്രി എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. ബ്രദറെ, ചങ്കിന് കുത്തുന്ന വർത്താനം മാത്രം പറയല്ല. ഞങ്ങളുടെ ജീവിതം മാറത്തില്ല. ഞങ്ങളിങ്ങനെ തന്നെ ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആരാമയും പറഞ്ഞ് ഞങ്ങൾ എന്നെ കണ്ടിട്ട് പോകണം. എങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ, there is no growth. നമ്മുടെ ജീവിതം മാറിയാലേ നമ്മുടെ ശുശ്രൂഷയിൽ ആത്മീയത്തിൽ ഉയർച്ച പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. നമ്മളെ ജീവിതം മാറണം. പണ്ട് അസൂയ ഉണ്ടായിരുന്നു, ഇപ്പോൾ വിശുദ്ധ അസൂയ. പണ്ട് പാര വച്ച് കടന്നു, ഇപ്പോൾ വിശുദ്ധ പാരവയ്പ്പ്. സ്തോത്രം. നോ, ജീവിതം മാറിയേ പറ്റത്തുള്ളൂ. സോ ലൈഫ് മാറിയവരെ, ലൈഫ് മാറ്റി ദൈവം അവരെ പ്രയോജനപ്പെടുത്തി. സോ പരിശുദ്ധാത്മാവിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഈൽഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം, സമയമില്ലെങ്കിലും ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം, സ്തോത്രം, ഏറ്റവും പ്രസിദ്ധമായ ഒരു വിജയമായിരുന്നു ഒരു ചെറിയ ഗ്രൂപ്പിനെ കൊണ്ട് ഒരു വലിയ സൈന്യത്തെ തോൽപ്പിച്ച ഗിദെയോൻ്റെ ജയം, അല്ലേ? സൂപ്പർ നാച്ചുറലി ഉണ്ടായ ഭയങ്കര വിക്ടറി ആയിരുന്നു അത്. ഒരു ചെറിയ ഗ്രൂപ്പ് 300 പേരെ കൊണ്ട് ഒരു വലിയ സൈന്യത്തെ, സ്തോത്രം, മിദ്യാന്യ സൈന്യത്തെ ദൈവം ഭയങ്കര ജയം നൽകി. ഒരു ചെറിയ ജീവിതം കൊണ്ട് വലിയ കൊയ്ത്ത് തരുവാൻ ദൈവത്തിന് കഴിയും. $120 വർഷം വരെ നിങ്ങൾ ജീവനോടെ ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഗിദെയോന്റെ കാലത്ത് ഒരു ചെറിയ സൈന്യത്തെ കൊണ്ട് വലിയ ജയം ദൈവം നൽകിയെങ്കിൽ ചുരുക്കം ചില വർഷം കൊണ്ട് 2000 വർഷം മറ്റേ ഏതൊരു ദൈവദാസി കിങ്ഡത്തെ ഇമ്പാക്റ്റ് ചെയ്തതിനേക്കാൾ, ദൈവസഭയെ പ്രയോജനപ്പെടുത്തിയതിനേക്കാൾ നിങ്ങൾക്ക് കിങ്ഡത്തെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ദൈവം നിങ്ങളിലൂടെ ചെയ്യണമെങ്കിൽ ഗിദെയോനെ ദൈവം മാറ്റിയതുപോലെ നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറിയേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് എതിരെ ഉയരുന്നതായ സ്ട്രോങ് ഹോൾസിനെ തള്ളിയിടുമ്പോൾ മാത്രമാണ്, സ്തോത്രം, ലൈഫ് മാറുമ്പോഴാണ്, മെൻറ്റാലിറ്റി മാറുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചലിക്കുവാനും പരിശുദ്ധാത്മാവ് നിങ്ങളെ കരങ്ങൾ എടുക്കുവാനും കഴിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചർച്ചസ് മാറിപ്പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് തോന്നുമായിരിക്കും അവനെ തട്ടിക്കളഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവരാം. ഓക്കെ, നോ പ്രോബ്ലം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ മാറാതെ, എൻ്റെ മുഖത്ത് നോക്കിയേ, കള്ളന്മാരെ കളികൾ ഇന്ന് രാത്രി മുഖത്ത് നോക്കത്തില്ലെന്ന് എനിക്ക് ഈ ദൂത് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് അറിയാം. സ്തോത്രം. അപ്പോൾ അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ മാറാതെ, നിങ്ങളുടെ ജീവിത ശൈലി മാറാതെ ഒരിക്കലും കർത്താവിനെ നിങ്ങളെ തൻ്റെ കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയത്തില്ല. വലിയ സൈന്യം വന്ന് കിടക്കുമ്പോൾ, മിദ്യാൻ വന്ന് അടിക്കടി ഇസ്രായേലിൻ്റെ നന്മകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നന്മകളെ അപഹരിക്കുമ്പോൾ പേടിച്ച് നെഗറ്റീവ് മെൻറ്റാലിറ്റിയിൽ ഭയപ്പെട്ട്, അയ്യോ ഞങ്ങൾ മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞ് സെൽഫിറ്റിയിലിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഗിദെയോൻ. വീട്ടിൽ പോയി ബാക്കി നിങ്ങൾ വായിച്ചു നോക്കി, എന്തൊക്കെ നെഗറ്റിവിറ്റിയാണ്, എന്തൊക്കെ തിന്മയുടെ സ്വഭാവമാണ് ആ മനുഷ്യനുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ വരുന്നു, ഞങ്ങൾ ദൈവമക്കൾ, പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ വരുന്നു. സെൽഫിറ്റിയിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ ക്രൂശിനെ നമ്മൾ ഡിനേ ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ സ്വയം, സെൽഫിറ്റിയുടെ മലയാളം എന്താ? സ്വയം പരിതപിച്ച് ജീവിക്കുകയാണ്. അയ്യോ പാവ, എനിക്ക് മാത്രം ഇങ്ങനെ, ദൈവത്തിൻ്റെ മക്കളാക്കുന്ന ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ, ഞങ്ങൾ വിതയ്ക്കുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ. സെൽഫിലാണ് അവർ നോക്കുന്നത്. നോ, നിങ്ങൾ സ്വയം പരിതപിച്ചല്ലോ ജീവിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം വ്യതിയാനപ്പെടുവാൻ, വിജയിപ്പാൻ യേശു കർത്താവ് സകലത ക്രൂശിന്മേൽ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ, ഇനി കർത്താവ് ക്രൂശിൽ ഒന്നും ചെയ്യണ്ട. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഫിനിഷ് വർക്ക് അക്രോസ്. അയ്യോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞു ദുഃഖങ്ങളിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നെഗറ്റീവ് മെൻറ്റാലിറ്റിയിൽ ജീവിച്ചവനാണ് അവൻ. സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ കർത്താവ് അവൻ്റെ ജീവിതത്തിൻ്റെതായ സ്തോത്രമായ നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ തന്നെ
എത്ര നല്ല ദൈവം എന്നറിയോ? ഒരിക്കൽ കൂടെ, എത്ര നല്ല ദൈവം എന്നറിയോ? എത്ര നല്ല ദൈവം. നമ്മളായിരുന്നെങ്കിൽ അവനെ നോക്കി പറഞ്ഞേടാ നിന്നെ കൊള്ളത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോനെ. പക്ഷേ ദൈവം മലയാളിയല്ല. ദൈവം തിരുവനന്തപുരംകാരനല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ഒത്തിരി വിശാലമായതുകൊണ്ട് ദൈവനെ എന്നാ വിളിച്ചത്? ദൈവം എന്നാ വിളിച്ചത്? തല്ലിപ്പൊളിയൊന്നോ? ദൈവം എന്നാ വിളിച്ചത്? പരാക്രമശാലിയെ. ഒരിക്കൽ കൂടെ നന്നായിട്ട് പറഞ്ഞാട്ടെ, എന്താണ്? മൈറ്റി വാളർ, പരാക്രമശാലിയെ. യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം പറഞ്ഞ് അവൻ്റെ മൈൻഡിനെ മാറ്റിയിട്ട് അവൻ്റെ ശുശ്രൂഷയെ ദൈവം മാറ്റി. ബൈബിൾ സ്റ്റഡിയാണ്. നിങ്ങളുടെ മനസ്സ് മാറാതെ നിങ്ങളുടെ ശുശ്രൂഷ മാറത്തില്ല. നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറാതെ നിങ്ങളുടെ അഭിഷേകത്തിനൊരു വർധനമുണ്ടാകത്തില്ല. നിങ്ങളുടെ മെൻറ്റാലിറ്റി, നിങ്ങളുടെ സ്വഭാവം മാറാതെ നിങ്ങളെ ഒരിക്കലും കർത്താവിന് തൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഹൈവേയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ എന്തും ഏതും ആയിത്തീരുവാൻ കർത്താവിൽ നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. അല്പം പോലും മുൻവിധിയില്ലാതെ ജീവിക്കാം. മറ്റുള്ളവർക്ക് തരും, അവനിങ്ങനെയാണ്, അവനിങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്. കമാൺ, ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നെ വേറൊരാളുടെ നേരെ വിരൽ ചൂണ്ടാൻ, മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരാ നിങ്ങൾ വിളിച്ചിട്ടത്? വേറൊരാളുടെ കുറ്റം പറയാൻ ആരാ നിങ്ങളെ ഓർഡൈൻ ചെയ്തത്? നോവേ. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ പറയും മഹാകുഴപ്പത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഇടതുവശത്ത് നിന്ന് അക്യൂസ് ചെയ്യുന്നവൻ സ്തോത്രം സാത്താനാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറാതെ, നിങ്ങളുടെ പ്രിസംഷൻ മാറാതെ, നിങ്ങളുടെ ഐഡിയ മാറാതെ, നിങ്ങളുടെ ഈ സ്വഭാവം മാറാതെ ഒരിക്കലും സ്തോത്രം ദൈവത്തിന് നിങ്ങളെ കരങ്ങളെടുപ്പാൻ കഴിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ പശ്ചിമഘട്ടത്തിൽ ധാരാളം പാമ്പുണ്ടത്. അതിൽ പശ്ചിമഘട്ടം ഇവിടെ ഇല്ല, ഇവിടെ പാമ്പില്ലാത്ത ദേശം, ഇവിടെ പാമ്പേ ഇല്ല. പശ്ചിമഘട്ടത്തിൽ രാജവമ്പാലയുണ്ട്, കിങ് കോബ്ര. പക്ഷെ ചിലരുടെ പെരുമാറ്റം കാണുമ്പോൾ ഈ കിങ് കോബ്ര പശ്ചിമഘട്ടത്തിൽ കിടന്ന് പറയും, ഞാൻ എന്ത് പാവമെന്നറിയോ? ഹലോ. ചിലരുടെ വാക്കും പ്രവൃത്തിയും കാണുമ്പോൾ ഈ ഭയങ്കര കരുനാകും അതുപോലെയുള്ള കാര്യങ്ങൾ പറയും, ഞാൻ എന്ത് പാവമെന്നറിയോ? കാരണം ബാക്കിയുള്ളവരെക്കാൾ വലിയ വേഷത്തിലാണ് ഈ പുള്ളികൾ ജീവിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെയുള്ളതായ പല വേഷമാണ് അവരുടെ അകത്തുള്ളത്. അവർ വാ തുറന്ന് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, ഹനിക്കുന്ന വാക്കുകളാണ് വരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജഡീകരാണ്. നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടിയത് പരിശുദ്ധാത്മാവാണ്, അന്യഭാഷയല്ല. ഒരിക്കൽ കൂടെ ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് വേണ്ടിയത് എന്താണ്? പരിശുദ്ധാത്മാവാണ്, അന്യഭാഷയല്ല. ഇന്ന് രാവിലെ ഒരു ദിവ്യദാസൻ പറഞ്ഞു, ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര അന്യഭാഷയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അന്യഭാഷയുടെ നിറം അങ്ങ് മാറി, ഭൂതം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതെങ്ങനെയാ അങ്ങളെ? വിശ്വാസി ഭൂതത്തെ പുറത്താക്കണം. പിന്നെ എങ്ങനെയാ വിശ്വാസിയുടെ അകത്ത് ഭൂതം കയറിയത്? കയ്യിലിരിപ്പ് ശരിയല്ല. ഓപ്പൺ ഡോർ ഉണ്ടെങ്കിൽ ഏത് പാതിരിയുടെ മേലും ഏത് പാസ്റ്ററുടെ മേലും ഭൂതം കയറാം. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് മേലത്തെ ശബ്ദമാണോ ഇത് താഴത്തെ ശബ്ദമാണോ. ഓ കമാൺ. ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം വാർത്തകൾ വായിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം നമുക്കറിയാം. വിവിധ ഭാരതി എന്ന് പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ചെറുപ്പത്തിൽ, ടി വി വരുന്നതിന് മുമ്പ് അപ്പോൾ വിവിധ ഭാരതി കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് വിവിധ ഭാരതിയാണോ? ഇല്ല, സ്തോത്രം, ഇത് ലോക്കൽ തിരുവനന്തപുരം റേഡിയോ ആണ്. ശബ്ദം കേട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. സഹോദരങ്ങൾ, നിങ്ങൾ എവിടെയായി? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ വർഷങ്ങളായി ദൈവസഭയിൽ വരുന്നു. മനസ്സിലാക്കണമേ, നല്ല കാര്യം. പക്ഷേ പാരമ്പര്യങ്ങൾ നമ്മെ വളർത്തത്തില്ല. നമ്മുടെ പേഴ്സണാലിറ്റി വ്യത്യാസപ്പെട്ടേ പറ്റത്തുള്ളൂ. കൊരിന്ത്യ സഭ അങ്ങനെ ഒരു സഭയായിരുന്നു. കൊരിന്ത്യ സഭ എക്കണോമിക്കലി ഭയങ്കര മുന്നിലായിരുന്നു. ഓഫ്കോഴ്സ് ഫിലിപ്പിയ സഭ എക്കണോമിക്കലി സ്ട്രോങ് ആയിരുന്നു. സ്തോത്രം. അതുപോലെ നല്ലൊരു ബിസിനസ് സെൻ്റർ ആയിരുന്നു കൊരിന്ത്. അപ്പോൾ കൊരിന്ത് സഭ സ്തോത്രം ഇന്നാണെങ്കിൽ കോടികളുടെ വരുമാനമൊക്കെ ഓരോ വർഷം നോക്കുമ്പോൾ നിശ്ചയമായിട്ടും കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ചർച്ച് അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ട്.
ഒരിക്കലും നമുക്ക് ഫണ്ടുണ്ടെങ്കിൽ പലർക്കും തോന്നും ചർച്ച അനുഗ്രഹിക്കപ്പെട്ടു. നല്ല ബ്രാൻഡഡ് വസ്ത്രമിട്ട് ആൾക്കാർ ചർച്ചിൽ വരുന്നെങ്കിൽ നമുക്ക് തോന്നും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. താഴെ പാർക്കിംഗ് പ്ലേസിൽ സ്ഥലമില്ലെങ്കിൽ നമ്മൾ പറയും ചർച്ച് അനുഗ്രഹിക്കപ്പെട്ടു. കമ്മ്യൂൺ കുട്ടികളെ, നിങ്ങൾ കേൾക്കുന്നോ? എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥം എന്ന് മനസ്സിലാക്കുക. പാർക്കിങ്ങിൻ്റെ പ്ലേസ് ഇല്ലാത്തതല്ല നിൻ്റെ അനുഗ്രഹം. ബ്രാൻഡഡ് ഡ്രസ്സല്ല നിൻ്റെ അനുഗ്രഹം. ചർച്ചിലും നിന്നിലും നിൻ്റെ വീട്ടിലും നിനക്കും ഉള്ളതായ എത്ര കോടികളുണ്ട്, ഇതല്ല അനുഗ്രഹം. ഈ പുസ്തകം അനുസരിച്ച് എത്ര ജീവിക്കാൻ കഴിയുന്നു, അതാണ് അനുഗ്രഹം. അപ്പോൾ കൊരിന്ത് സഭ എക്കണോമിക്കലി സാമ്പത്തികമായി വളരെ നന്മയായിരുന്നു. വളരെ ശക്തമായി പറയട്ടെ, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം വേറെ ആർക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമല്ല ഒരാത്മീയനെ അളക്കാനുള്ള മെഷർമെൻറ്റ്. ആമേൻ. നിങ്ങളെല്ലാവരും കോടികൾ ഉണ്ടായേ പറ്റത്തുള്ളൂ. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. നിങ്ങളാരും മേലാൽ കടം മേടിച്ചു പോകല്ല. നിങ്ങളെല്ലാവരും കടം കൊടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. എൻ്റെ പാനപാത്രം ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നല്ല, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അതെല്ലാം മേടിച്ചു, ഒരു കുഴപ്പമില്ല. ദശാംശം മാത്രം കൊടുക്കാൻ മറക്കല്ലേ, സെയിം ടൈം. എന്നാൽ സമ്പത്തല്ല നമ്മുടെ മാനദണ്ഡം. അപ്പോൾ അന്യഭാഷയാണോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കൃപാവരമാണോ? പ്രസംഗിക്കാനുള്ള പാഠവുമാണോ? പാട്ടെഴുതാനുള്ള കഴിവാണോ? സ്തോത്രം രോഗികളെ സൗഖ്യമാക്കുന്നതാണോ? ഭൂതങ്ങളെ പുറത്താക്കുന്നതാണോ? അതുമല്ല ഒരാത്മീയൻ്റെ അളവുകോൽ. ആത്മാവിൻ്റെ കൃപാവരങ്ങളും അല്ല. കാരണം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ കൊരിന്ത് സഭയിൽ എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ കൃപാവരങ്ങളും കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. 9 കൃപാവരങ്ങൾ അല്ലെങ്കിൽ മിനിസ്റ്റോറിയൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷാവരങ്ങൾ വേറെ ഒരു സഭയിലും സ്തോത്രം അത് സഭയെക്കുറിച്ചും പൗലോസ് ലേഖനം എഴുതുമ്പോൾ എഴുതിയില്ല. കൊരിന്ത് സഭയെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ എല്ലാ വരങ്ങളും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഇതുപോലെ ജഡീകർ വേറെ ഇല്ലായിരുന്നു. അവരകത്ത് ഭിന്നതയുണ്ടായിരുന്നു. അവരകത്ത് പുറത്ത് പറവാൻ കൊള്ളാകത്തതുമായ പല കാര്യാദികളുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു ആത്മീയ സഭയെന്ന് പൗലോസ് അതിനെ വിളിച്ചില്ല. 1 കൊരിന്ത്യർ 5:1 പറയുന്നു, ജാതികളെ നടുവിൽ പോലും പേർ പറയാത്ത ദുർനടപ്പ്. ജാതികൾ, അവിശ്വാസികളായ ജാതികളെ നടുവിൽ പേർ പറയാത്ത ദുർനടപ്പ് എവിടെ ഉണ്ടായിരുന്നു? പാളയം മാർക്കറ്റിലല്ല, എവിടെ ഉണ്ടായിരുന്നു? സഭയിലുണ്ടായിരുന്നു. സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു സിമ്പിളായിട്ട് അങ്ങ് പെട്ടെന്നൊരു കുളിച്ചു വന്നു എന്ന് പറയുന്ന ഒരു ദൂതല്ല. സ്തോത്രം. ഞാൻ ആമുഖമായി നിങ്ങളടുത്ത് പറഞ്ഞത്, നമ്മൾ നന്നായിട്ട് തേച്ച് കഴിയേ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്കടുത്ത ലെവലിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫ് മാറണം, നമ്മുടെ ചിന്താഗതി മാറണം. നമുക്ക് കറാമുറ എന്നൊക്കെ പറഞ്ഞ് അന്യഭാഷ പറയാം, നമുക്ക് ആടാം. 25 കൊല്ലം മുമ്പ് ആടി, ഇന്നും അതേപോലെ ആടുന്നു. അന്നും പ്രാർത്ഥിച്ച അതേ വാചകം തന്നെ ഇന്നും നമ്മൾ പറയുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമില്ല. നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന റെക്കോർഡ് ചെയ്യണം. ജനുവരി പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയായിരിക്കും ഡിസംബറിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, വേനൽക്കാലത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് മഴക്കാലത്ത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അന്നത്തെ പ്രോഗ്രാം തന്നെ ഇങ്ങനെ ആവർത്തിച്ചിട്ടിരിക്കുന്നെങ്കിൽ സംതിങ് റോങ്. കാരണം അങ്ങനെയെങ്കിൽ നിങ്ങൾ പർവ്വതം ചുറ്റി ജീവിതം വേസ്റ്റാക്കിയാണ് മരുഭൂമിയിൽ തീർന്നു. പക്ഷെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ കടക്കണമെങ്കിൽ ഇതുവരെ നിങ്ങൾ ഇതുവഴി പോയിട്ടില്ലല്ലോ എന്ന് യോശുവയുടെ ദൈവം പറഞ്ഞതുപോലെ പുതിയ അനുഭവങ്ങൾ, പുതിയ വചനങ്ങൾ, പുതിയ വെളിപ്പാടുകൾ കേട്ടവർ ആമേൻ പറ മക്കളെ, നിശ്ചയമായിട്ടും ഉണ്ടാവണം. കാരണം ശിശുവായിരുന്നപ്പോൾ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷം ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. നിങ്ങളുടെ വാക്കുകളിലൂടെ ആ ശബ്ദം കേൾക്കാൻ ഭയങ്കര ആവേശത്തോടെ ഞാൻ കാത്തിരിക്കുക. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയതയുടെ വളർച്ച നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം.
നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. വ്യക്തിപരമായ പ്രാർത്ഥനയല്ല, ആദ്യം അത് ആരംഭിക്കണം. കുടുംബ പ്രാർത്ഥന അത് വെളിപ്പെടണം. വീട്ടിലുള്ളവർ തന്നെ പറയണം, പപ്പയുടെ പ്രാർത്ഥന ഭയങ്കരമായിട്ട് മാറി, മമ്മിയുടെ പ്രാർത്ഥന ഭയങ്കരമായിട്ട് മാറി. അല്ല, മുന്നിലിരിക്കുന്ന കുട്ടി അടുത്ത പപ്പ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്, മമ്മി അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നത്, അടുത്ത സെൻറ്റൻസ് എന്തായിരിക്കും പറയുന്നത്, അടുത്ത ആർക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, അടുത്ത എന്തായിരിക്കും പറയുന്നത്. കാരണം ഒരു പ്രോഗ്രാമില്ല. ആദ്യം കുച്ചിപ്പുടിയാണ്, പിന്നെ അത് കഴിഞ്ഞ് മോഹിനിയാട്ടമാണ്, പിന്നെ അത് കഴിഞ്ഞ് ലളിതഗാനമാണ്, പിന്നെ അത് കഴിഞ്ഞ് സമൂഹഗാനമാണ്. അടുത്ത പ്രോഗ്രാം എന്നതാണ്? അത് യുവജനോത്സവത്തിൻ്റെ ഇരിക്കുമ്പോൾ അറിയുന്നത് പോലെ നിങ്ങൾ ജീവിക്കുന്നത് പാരമ്പര്യത്തിലല്ല. ഇത് പാരമ്പര്യത്തിൻ്റെ മതത്തിൻ്റെ പുസ്തകമല്ല കുട്ടി, ഇത് മതത്തിൻ്റെ പുസ്തകമല്ല, ഇത് ചടങ്ങല്ല. ഇത് ചടങ്ങല്ല, വിട്ടുകളാ, ഇത് ചടങ്ങല്ല. റിച്വലിൽ ജീവിക്കാതെ റിലേഷനിൽ ജീവിക്ക്. സ്വർഗ്ഗം ബോറടിയുടെ സ്ഥലമല്ല. സ്വർഗത്തിലെന്നും പുതിയതാ, എല്ലാ സെക്കൻഡിലും പുതിയതാ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ, ഹാനോക്ക് ദൈവത്തോട് കൂടെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, കർത്താവേ സ്തോത്രം കൂടെ നടക്കുന്ന ഒരേ കാര്യങ്ങളാണ് കർത്താവേ, ബോറടിക്കുന്നു എന്ന് ഹാനോക്ക് പറഞ്ഞോണോ? ഇല്ല. ഇവിടുന്ന് ചെങ്ങന്നൂർ വരെ ഞാൻ ബസ്സിൽ പോകുന്നതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കാറിൽ പോവാം, വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്യാം. ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നത്, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കറിയാം ഇത് ഇവിടുന്ന് വെമ്പായമാണ്, പിന്നെ അത് കഴിഞ്ഞ് വെഞ്ഞാറമൂടാണ്, അത് കഴിഞ്ഞ് കിളിമാനൂരാണ്, കിളിമാനൂർ കഴിഞ്ഞ് പിന്നെ നിലമേലാണ്, പിന്നെ ചടയമംഗലമാണ്, ചടയമംഗലം കഴിഞ്ഞിട്ട് പിന്നെ ആയൂരാണ്, എന്നിങ്ങനെ ഓരോ ജംഗ്ഷൻ. അപ്പോൾ എത്രയോ നൂറുകണക്കിന് പ്രാവശ്യം നമ്മളിങ്ങനെ MC റോഡ് കണ്ടിരിക്കുമ്പോൾ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ണടച്ചങ്ങ് ഉറങ്ങും. നിങ്ങൾ ആത്മീയ സുഷുപ്തിയിലായിരിക്കുന്നു എങ്കിൽ, ആത്മീയ ഉറക്കത്തിലായിരിക്കുന്നു എങ്കിൽ ഒരാവർത്തനം നിങ്ങളിൽ വെളിപ്പെടുന്നു. ഒരാവർത്തനമുള്ളത് കൊണ്ടാണ്, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാതെ ബൈബിൾ സ്റ്റഡിയാണ്, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാതെ നീ പറ ഞങ്ങൾ കേട്ട് എന്ന് പറഞ്ഞ ഒരു ലാഘവത്തോടെ ഇരിക്കുന്നെങ്കിൽ ഒരാവർത്തനം നിങ്ങൾ വെളിപ്പെടുന്നു. ആവർത്തനം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോയി. ഒരു പരിവർത്തനം ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം വെളിപ്പെടട്ടെ. സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, മെൻറ്റാലിറ്റികൾ മാറണം. നിങ്ങളുടെ സഹോദരങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരെന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. നിങ്ങളുടെ പേരൻസ് പറയണം, സ്തോത്രം നീ ആൾ മാറിപ്പോയി. നിങ്ങളുടെ സിബിലിയൻസ്, നിങ്ങളുടെ സഹോദരങ്ങൾ പറയണം, അയ്യോ ചേച്ചി നീ ഞങ്ങളെപ്പോലെയല്ല. ദാവീദിനെ കുറിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ടാണല്ലോ ദേഷിച്ചത്. യോസെഫിനെ കുറിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത്. കമാണ്, ആർക്കും മിണ്ടത്തില്ല. എന്തിനേറെ പറയുന്നു? കർത്താവ് യേശുവിനെ കുറിച്ച് പോലും അതല്ലേ പറഞ്ഞത്. സങ്കല്പങ്ങൾ, വിചാരങ്ങൾ. അപ്പോൾ യേശുവിൻ്റെ മെൻറ്റാലിറ്റി വേറെയായിരുന്നു. ദാവീദിൻ്റെ മെൻറ്റാലിറ്റി കുടുംബാംഗങ്ങളെക്കാൾ വ്യത്യാസമായിരുന്നു. യോസെഫിന് സെയിം തിങ്. സ്തോത്രം. നിങ്ങളുടെ മനസ്സ് മാറുമ്പോൾ അവിടെ നിന്നാണ്, ആ ജംഗ്ഷനിൽ നിന്നാണ് നിങ്ങളുടെ ആത്മീയത ആരംഭിക്കുന്നത്. നിങ്ങളുടെ ആത്മീയത ആരംഭിക്കുന്നത് കീബോർഡിൻ്റെ താളം മുറുകുമ്പോഴല്ല, പുതിയ സ്പെഷ്യൽ സ്പീക്കറിനെ കാണുമ്പോൾ വരുന്ന രോമാഞ്ചമല്ല. അതെല്ലാം ഫീലിംഗ് ആണ്. ഫീലിങ്ങിലല്ല നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ എക്സ്പീരിയൻസിലാണ് നിൽക്കേണ്ടത്. ഫീലിങ്ങിലല്ല, എക്സ്പീരിയൻസിൽ. സങ്കല്പങ്ങൾ, വിചാരങ്ങൾ ഇടിച്ചു കളഞ്ഞ്, സ്തോത്രം, ദൈവകൃപയാൽ ഈ ദിവസങ്ങൾ പറയണം, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. അപ്പോൾ ജഡത്തിൻ്റെ ആയുധം എടുത്തൊരുവൻ നിൽക്കുന്നെങ്കിൽ അവന് ജഡീയനാണ്. ലൈഫിന് ക്രൈസിസ് വരുമ്പോൾ ഒരുത്തൻ എടുക്കുന്ന ആയുധം എന്തെന്ന് മനസ്സിലാക്കി നമുക്ക് പറയാൻ പറ്റും, അവൻ ആത്മീയനാണോ അവൻ ജഡീകനാണോ. യേശു ഇല്ലാത്തതായ ഒരു ജഡീകൻ പോലീസ്, വക്കീലാഫീസ്, പിന്നെ പണം, സ്വാധീനം, രാഷ്ട്രീയക്കാർ എന്നിവരെയൊക്കെ കൂട്ടുപിടിച്ച് സോക്കോൾഡ് ആൾക്കാരെ പോലെ അവൻ പൊരുതുന്നെങ്കിൽ അവൻ ജഡീകനാണ്. അവൻ പള്ളിയിലുണ്ടായിരിക്കാം, പക്ഷേ നാട്ടുകാരെ പോലെ, യേശുവില്ലാത്ത മറ്റുള്ളവരെ പോലെ, രക്ഷിക്കപ്പെടാത്തവരെ പോലെ, AKG സെൻറ്ററെ സഹായിക്കണമേ, ഇന്ദിരാഭവനെ സഹായിക്കണമേ, ഭരണകക്ഷിയെ സഹായിക്കണമേ, പ്രതിപക്ഷമേ സഹായിക്കണമേ, വക്കീലെ, പോലീസെ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ വാട്ട്സ് ദ ഡിഫറൻസ്? ദൈവമുള്ളവനെ ദൈവം ഇല്ലാത്തവനെ തമ്മിലുള്ള വ്യത്യാസം എന്താ? പക്ഷേ അതേസമയത്ത് ആത്മീയനാണെങ്കിൽ മുട്ടുമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടന്ന്
ഒരു താൽക്കാലിക ശാന്തി അല്ല. ഇന്നത്തെ ഭരണകക്ഷി സഹായിച്ചു, പക്ഷേ 2 കൊല്ലം കഴിയുമ്പോൾ അവർ പോകും. അവർ പോകുമ്പോൾ പിന്നെ ഇന്നത്തെ പ്രതിപക്ഷമായിരിക്കും അടുത്ത ഭരണകക്ഷി. വീണ്ടും പണ്ട് വെട്ടിയത് ഇതാ വീണ്ടും മുളച്ചു വന്നു. നോ, എൻ്റെ ദൈവം പരിഹരിച്ചാൽ അങ്ങനെയല്ല. ദൈവം വിഷയങ്ങളെ പരിഹരിച്ചാൽ പിന്നെ ഒരിക്കലും പൊങ്ങാതെ വണ്ണം വേരോടെ ദൈവം അത് പിഴുതുകളയും, യേശുവിൻ്റെ നാമത്തിൽ. സോ ആത്മീയൻ പറയും, തൽക്കാല ശാന്തിയല്ല കർത്താവ് തരുന്നത്. ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് ദൈവസന്നിധിയിൽ വിടുതൽ ഏറ്റെടുക്കുന്നത് പെർമനൻ്റ് വിക്ടറി ആയിരിക്കും. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ വ്യക്തിപരമായി, കുടുംബമായി, സകല വിഷയങ്ങളിലും ജനത്തിൽ ഒരു പെർമനൻ്റ് വിക്ടറി വെളിപ്പെടുമാറാകട്ടെ. ഒരു പെർമനൻ്റ് വിക്ടറി, നിലനിൽക്കുന്ന ജയം വെളിപ്പെടട്ടെ. കരങ്ങളെ അടിച്ച് 2 മിനിറ്റ് ദൈവത്തെ സ്തുതിച്ച് ഒരു പെർമനൻ്റ് വിക്ടറി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സോ അങ്ങനെ ആത്മീയരാണെങ്കിൽ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, പട്ടാളമല്ല, പോലീസല്ല, രാഷ്ട്രീയക്കാരല്ല, സ്വാധീനമല്ല, കൈക്കൂലിയല്ല. പകരം ഞങ്ങൾ ആശ്രയിക്കേണ്ടവരിൽ ആശ്രയിക്കുന്നു. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും, ചിലർ കുതിരകളിൽ ആശ്രയിക്കും. ഞങ്ങൾ ആരെ ആശ്രയിക്കുന്നത്? കർത്താവ് ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. വണ്ടർഫുൾ. നിങ്ങൾ തിയറി പറയുന്നു, നല്ല കാര്യം, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. മനസ്സിലാക്കണമേ. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. മറ്റുള്ളവരുടെ പോലെയല്ല ഇവരുടെ ജീവിത ശൈലി. അവർ ആശ്രയിക്കേണ്ടവരിൽ ആശ്രയിക്കുന്നു. അവർക്ക് സഹായം വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് അവർക്ക് സഹായം വരുന്നത്. തിരുവചനം പറയുന്നത് മനുഷ്യൻ്റെ സഹായം വ്യർത്ഥം. നിങ്ങൾ എന്നെ സഹായിച്ചാലും ഞാൻ നിങ്ങളെ സഹായിച്ചാലും അതിനെല്ലാം ഒരു പരിധിയുണ്ട്. ഓ, എന്നാ ദൈവം സഹായിച്ചാലുണ്ടല്ലോ, എൻ്റെ ദൈവമേ, വണ്ണിപ്പാൻ എനിക്കെൻ്റെ നാവ് പോരായേ എന്ന് പാട്ടുകാരൻ പറഞ്ഞതുപോലെ. അത് അമേസിംഗ് ആണ് സഹോദരങ്ങളെ. ഇത് നമ്മുടെ ലൈഫിൽ വെളിപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടണം, നമ്മുടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ദേശങ്ങളിൽ, സഭകളിൽ ഒക്കെ നടന്നതായ റിവൈവൽ സ്റ്റോറീസ്, മിഷൻ സ്റ്റോറീസ്, ആത്മീയ ബ്രേക്ക് ത്രൂവിൻ്റെ സ്റ്റോറീസ് ഒക്കെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അടുത്ത തലമുറ ആ ലെവലിലായിരിക്കണം നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ കുഞ്ഞാമയുടെ കുശുമ്പിൻ്റെ ഒരൊറ്റ അക്ഷരം പോലും മിണ്ടല്ലേ, അവരെ കണ്ട മിണ്ടല്ലേ, അവരെ കണ്ട കൊട മറച്ചു പോകണേ എന്നുള്ള ആ തിരുവനന്തപുരം കൾച്ചറുണ്ടല്ലോ, അതിലല്ല നിൽക്കട്ടെ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഈ പാമ്പിങ്ങനെ പോകുന്നത് പോലെ ഈ അങ്ങനെയല്ല, നേരെ വാ, നേരെ പോ. തിയറിക്ക് പാസ്സാ, പ്രാക്ടിക്കലി കൂടെ വെളിപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. സോ അത് ഇൻട്രഡക്ഷൻ മാത്രമാണ്, ബാക്കി ഞാൻ കടന്നു വരട്ടെ. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോൾ ആത്മീയരാണെങ്കിൽ അവർക്ക് ആത്മാവിൻ്റെ ആയുധങ്ങളായിരിക്കും ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടുണ്ട്, ഈ ഒരുവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം നോക്കുമ്പോഴറിയാം ആത്മാവിൻ്റെ ആയുധമാണോ, അവൻ ആത്മീയനാണോ, അവൻ ജഡികനാണോ. ഒരിക്കൽ കൂടെ, ഒരുവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കാണുമ്പോൾ അറിയാം അവൻ ആത്മീയനാണോ, അവൻ ജഡീകനാണോ. ഈ നാസീർവദാസനായ ശിംശോൻ്റെ കയ്യിൽ അവൻ കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ഫെലിസ്ത്യരെ ഒരു വലിയ കൂട്ടം ഫെലിസ്ത്യരെ അവൻ കൊന്നു കളഞ്ഞു. എല്ലാവരും ഘോരഘോരം പ്രസംഗിക്കും, ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഫെലിസ്ത്യൻ കഴുത താടിയെല്ലുകൊണ്ട് ഫെലിസ്ത്യനെ ശിംശോൻ കൊന്നു, ശിംശോൻ ഫെലിസ്ത്യനെ കൊന്നു. ഭയങ്കര ജയം ദൈവം അവനെ നൽകി. പക്ഷേ ഒരു സ്റ്റെപ്പ് ലിറ്റിൽ ഡീപ്പറായിട്ട് ദൈവവചനത്തിൽ പഠിച്ചു നോക്കിയാൽ വേണ്ടാത്ത ആയുധം കൊണ്ടല്ല ജീവിതം ജയത്തിലേക്ക് നയിക്കുന്നത്. വേണ്ടാത്ത ആയുധം അത് നോക്ക് വേണ്ട. എന്താക്കളെ അങ്ങനെ പറഞ്ഞ വേണ്ടാത്ത ആയുധം എന്ന് പറഞ്ഞത്, യവൻ നാസീർ വ്രതസ്ഥനാണ്. നാസീർ വ്രതസ്ഥൻ ഒരിക്കലും ജഡത്തെ, ശവത്തെ തൊടാൻ പാടില്ല. എടാ, നാസീർ വ്രതസ്ഥനാണെങ്കിൽ നീ ഒരു ദൈവദാസനാണ്, നീ ഒരു പ്രോഫറ്റ് എന്നിരിക്കട്ടെ, നീ ഒരു പ്രവാചകനെങ്കിൽ നിന്റെ അനോയിന്റിങ് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നിന്റെ ലൈഫിൽ വെളിപ്പെടേണ്ടത്.
നീ ഒരു സുവിശേഷയെങ്കിൽ അതനുസരിച്ചായിരിക്കണം നിൻ്റെ ജീവിതത്തെ നീ ക്രമീകരിക്കേണ്ടത്. നീ ഒരു ലോക്കൽ ചർച്ച് പാസ്റ്ററായിട്ട്, ഒരു ഷെപ്പേർഡായിട്ട്, ഒരു ഇടയനായി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ നിൻ്റെ ലൈഫ് വ്യത്യസ്തമാണ്. ഓ കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാണ്. നിൻ്റെ വിളി അനുസരിച്ചായിരിക്കും നിൻ്റെ ലൈഫ് സ്റ്റൈൽ. ഈ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കോപ്പറേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് അതെ നിങ്ങൾക്ക് എന്തുവാ കോപ്പി ചെയ്യാം, ഗിഫ്റ്റ് കോപ്പി ചെയ്യാം. ഞാൻ പ്രസംഗിക്കുന്നത് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം അനുകരിക്കാം. എൻ്റെ പേര് മിമിക്രി മിനിസ്ട്രി എന്നാണ്. ഓക്കെ, ഹല്ലേലൂയ. കാരണം വേറൊരാൾ പ്രസംഗിക്കുന്നത് പോലെ അതുപോലെ ചെയ്യുന്ന. പക്ഷേ എൻ്റെ ജീവിതം നിങ്ങൾക്ക് കോപ്പി ചെയ്യാനെങ്കിൽ ബുദ്ധിമുട്ടാണ്. വരങ്ങളെ കോപ്പി ചെയ്യാം, ഫലത്തെ കോപ്പി ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതായ ഒരു പദമുണ്ട്, ഫോളോ മീ ആൻഡ് ഐ ഫോളോ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരിയായിരിക്കുക. അത് ഗിഫ്റ്റിനെ കോപ്പി ചെയ്യാനല്ല പറയുന്നത്, അത് ഫ്രൂട്ടിനാണ് പറയുന്നത്. അത് കരിസ്മയ്ക്കുള്ള കോളല്ല, അത് ക്യാരക്ടറിൻ്റെ കോളാണ്. ഹല്ലേലൂയ. പക്ഷേ അത് ജയിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. തോറ്റവന്മാർ പറയും, ഞങ്ങളെ നോക്കല്ലേ, ഞങ്ങളെ കുറവും ബലഹീനരും ഉള്ളവരാണ്, വിശ്വാസത്തന്നെ നായകൻ പോയത് കർത്താവിനെ നോക്ക്, കഷ്ടകാലം. പിന്നെ താൻ എന്തിനാണ് ഈ വേഷം ഇട്ട് നടക്കുന്നത്? തോറ്റവൻ്റെ ചട്ട ഇടുന്നതല്ലടോ ആത്മീയം. ശൗലിൻ്റെ പടച്ചട്ട ഇട്ടാൽ, തോറ്റവൻ്റെ പടച്ചട്ട ഇട്ടാൽ ഈ മല്ലൻ്റെ മേൽ നിനക്ക് ജയിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ നിൻ്റെ വിളിക്ക് യോജിച്ചതായ ഒരു ആയുധമുണ്ട്, അതാണ് നീ എടുക്കേണ്ടത്. ശിംശോൻ നാസീർ വ്യതസ്ഥനായിരുന്നു. പണ്ട് ഒരു സിംഹം അലറി വന്നപ്പോഴേക്കും ഹാൻഡ്, വെറും കൈ കൊണ്ട് ആ സിംഹത്തെ അവൻ കീറിക്കളഞ്ഞു. ഒരിക്കൽ കൂടെ സിംഹം ശിംശോൻ്റെ നേരെ വന്നപ്പോൾ, ദാവീദിൻ്റെ നേരെ മാത്രമല്ല ശിംശോൻ്റെ നേരെ വന്നു. ശിംശോൻ വെറും കൈ കൊണ്ട് സിംഹത്തെ കീറിക്കളഞ്ഞു. എടാ ശിംശോനെ, പണ്ട് നിൻ്റെ കൈക്കെന്തോ മൂർച്ചയായിരുന്നു. ഇപ്പം കാലാന്തരം വന്നപ്പോഴേക്കും എനിക്കൊരു കഴുത എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എഫക്റ്റീവ് ആകാൻ പറ്റത്തുള്ളൂ. പണ്ട് എനിക്ക് കീബോർഡും വേണ്ട, വർഷിപ്പ് ലീഡറും വേണ്ട, ഞാൻ കയറി നിൽക്കുമ്പോഴേ നല്ല തീയായിരുന്നു. ഇപ്പോൾ എനിക്ക് താങ്ങാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ എൻ്റെ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ നമ്മളൊരു കാര്യം ചെയ്യണം. ആരുണ്ടോ ആരില്ലയോ, കർത്താവുണ്ടോ അവിടെ ഞാൻ സക്സസ്ഫുള്ളാണ്. മനസ്സിലാക്കുന്നോ? അപ്പോൾ അങ്ങളെ അന്തരീക്ഷം വേണ്ടേ? അന്തരീക്ഷം എടോ, ഈ പെട്ടിയല്ല അന്തരീക്ഷം കൊണ്ടുവരുന്നത്. നീ ചെയ്യേണ്ടത്, നീ അന്തരീക്ഷത്തിൽ ജീവിക്കുക. നീ അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ആരാ എൻ്റെ അന്തരീക്ഷം? എന്താ എൻ്റെ അന്തരീക്ഷം? എടോ, യേശുവാണ് നിൻ്റെ അന്തരീക്ഷം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവുണ്ടോ? എല്ലാം ഉണ്ട്. കർത്താവുണ്ടോ? വെറും കൈ മതി. ഈ വെറും കൈക്കുള്ള ബലം കുറയുമ്പോഴാണ്, നിൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലാതെ വരുമ്പോഴാണ്, വേറെ ചിലതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിന്ന് ജയിക്കാൻ പറ്റത്തുള്ളൂ. പഴയ മൂർച്ച എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ തുരുമ്പ് പിടിച്ചു. എൻ്റെ ആയുധത്തിൽ തുരുമ്പ് കയറി. തുരുമ്പ് കയറിയെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവനന്തപുരം മലയാളത്തിൽ പറയാം, ചാണയ്ക്ക് വെച്ചാട്ടെ, ഷാർപ്പൻ ചെയ്താട്ടെ, മാറിയിരുന്നാട്ടെ, ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, കർത്താവേ, പണ്ട് ഒറ്റ വെട്ടിൽ വീഴുന്നത് ഇപ്പം 10 വെട്ട് വെട്ടിയാലേ വീഴത്തുള്ളൂ. ഞാൻ തുരുമ്പ് കയറിയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തുരുമ്പുകൾ വിട്ടുപോയി നമ്മുടെ ആയുധങ്ങളെ മൂർച്ച വർദ്ധിപ്പിക്കുന്ന, ജീവിതത്തിന് മൂർച്ച വർദ്ധിപ്പിക്കുന്ന ദിവസങ്ങളാകട്ടെ ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അടുത്ത് പറയാം. അടുത്ത സെൻറ്റൻസ് ഇതാണ്: എപ്പോഴാണോ അല്പം നിങ്ങൾ എഫക്റ്റീവ്നെസ് കുറഞ്ഞെന്ന് പറയുന്നത്, എപ്പോഴാണോ മൂർച്ച കുറഞ്ഞു അല്ലെങ്കിൽ തുരുമ്പ് കയറാൻ സാധ്യതയുണ്ട്, ഉടനെ മാറിയിരുന്നോളാം. ഉടനെ ദൈവസേന വീണ് കിടന്നോളാം. ഉടനെ ഉപവാസമായി, പ്രാർത്ഥനയായി, രുചികരമായ ആഹാരം ഫ്രിഡ്ജിലുണ്ടായിരിക്കും. സാരമില്ല, എന്നെ തൃപ്തിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്, അതെൻ്റെ ആഹാരമല്ല. എന്നെ തൃപ്തിപ്പെടുത്താൻ ഒരാളിന് മാത്രമേ കഴിയത്തുള്ളൂ.
ആ കഴുതയുടെ പച്ചത്താടിയല് ജഡത്തിൽ ആശ്രയിച്ച്, അത് ജഡമാണ്, അവൻ തൊടാൻ പാടില്ലാത്ത ആയുധമാണ്. അതെടുത്ത് അവൻ സ്തോത്രം അന്ന് മുതൽ, എനിക്ക് തോന്നുന്നു അന്ന് മുതൽ പുള്ളിക്ക് ഡിക്ലൈൻഡ് ആയിരുന്നു, താഴേക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മൾ തൊടാൻ പാടില്ലാത്ത, നമുക്ക് ചിലപ്പോൾ ജയം കിട്ടുമായിരിക്കും, പക്ഷേ ഈ ജഡത്തിൻ്റെ ആയുധത്തിൽ ആശ്രയിച്ചുള്ളൊരു ജയം നമുക്ക് വേണ്ട. നീ നാസീർ വധസ്ഥനാണെങ്കിലേ നീ ശവത്തിലുള്ള ഒന്നും തൊടല്, അത് മനുഷ്യൻ്റെ ശവമാകാം, മൃഗങ്ങളുടെ ശവമാകാം. അതുകൊണ്ട് നിൻ്റെ അനോയിൻറ്റിങ്ങിന്, നിൻ്റെ വിളിക്ക് അനുസൃതമല്ലാത്തതായ ഒരായുധം എടുത്തിട്ടല്ല നിനക്ക് താൽക്കാലിക ജയം വേണ്ടിയത്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് പെർമനൻ്റ് വിക്ടറിക്കാണ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നിന്റെ കണ്ണ് പോകാത്ത ജയത്തിന് വേണ്ടിയാണ്. ഒരു ദലീലയുടെ ക്ഷേത്രത്തിലും കളിപ്പാട്ടമാകാത്ത ജയത്തിന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. Come on. യേശുവിന്റെ രക്തം ജയം. ഒരു ദുഷ്ടനും ഒരു അവളുമാരും നിന്നെ കളിപ്പിക്കാൻ പാടില്ല. ഹല്ലേലൂയ. കല്ലെട് തുമ്പി കല്ലെട്. ചെറുപ്പത്തിൽ നമ്മൾ തുമ്പിയെ കളിപ്പിക്കുമായിരുന്നു. നിങ്ങൾ കളിച്ചിട്ടുണ്ട്? ഭോപ്പാൽ കളിച്ചിട്ട്. ഭോപ്പാൽ തുമ്പിയേ ഇല്ല, ഇവിടെ ധാരാളം തുമ്പിയുണ്ട്. ഓ കമാൺ, ചർച്ചിനകത്തുള്ള കാര്യമല്ല കുട്ടി പറഞ്ഞത്, ചർച്ചിന് വെളിയില്ല. അപ്പോൾ ആ തുമ്പി വെച്ച്, തുമ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുമ്പിയെ കൊണ്ട് ഞാൻ കല്ലടിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. നമ്മൾ ആരുടെയും കയ്യിൽ തുമ്പിയാകല്ല. ഓ, നമ്മൾ അഭിഷിക്തനാണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡുണ്ട്. അതിൽ വെള്ളം ചേർക്കാതെ ദൈവകൃപയിൽ ജീവിക്കാം. ആരും നിങ്ങളെ കളിപ്പിക്കരുത്. ഒരുത്തൻ നിങ്ങളുടെ ദർശനത്തെ കളയല്ലേ. നിങ്ങളുടെ ജീവിതം ഒരിക്കലും തുരുമ്പ് കയറല്ലേ. കാരണം നിങ്ങൾ ആത്മീയരാണെങ്കിൽ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവനെ. ഹല്ലേലൂയ. ആത്മീയർക്ക് കർത്താവ് നൽകിയിട്ടുള്ള ആയുധമുണ്ട്. അപ്പോൾ അങ്ങളെ ശത്രുവിന് ആയുധം ഇല്ലയോ? ശത്രുവിന് ആയുധമല്ല കുട്ടി. ശത്രുവിന് കുറച്ച് തന്ത്രങ്ങളേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ ചുമ്മാ ചിന്തിച്ചു. ശത്രുവിന് ആയുധമില്ല, ശത്രുവിന് കുറച്ച് തന്ത്രങ്ങളേ ഉള്ളൂ. ശത്രുവിന് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കുറച്ച് അടവുകളേ ഉള്ളൂ. ഓ, ശത്രുവിന് അടവേ ഉള്ളൂ, നിങ്ങൾക്ക് ആയുധങ്ങളുണ്ട്. അപ്പോൾ അനാത്മീയന് അടവുകളുണ്ട്, ആത്മീയന് ആയുധമുണ്ട്. ഓ, ഇതിനിങ്ങനെയായിരുന്നു ടൈറ്റിൽ കൊടുക്കേണ്ടത്, അടവുകളോ ആയുധങ്ങളോ. അനാത്മീയന് അടവുകളുണ്ട്, ആത്മീയന് ആയുധങ്ങളുണ്ട്. ഈ അടവുകളെ നമുക്കങ്ങ് വിട്ടുകളയാം, ആയുധങ്ങൾ എടുക്കാം. കൊലോസ്യർ 2:15 അബിയെ കൊലോസ്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രൂശിൽ നമുക്കെതിരെ പൊരുതിയതായ വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വായിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നോക്ക് ആ വാക്യം നോക്ക്. വാഴ്ചകളെ വായിക്ക്, അധികാരങ്ങളെ, ആയുധവർഗം വായിപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി. സാത്താനെ കർത്താവ് യേശു ക്രിസ്തു തോൽപ്പിച്ച് ശത്രുവിൻ്റെ സകല സൈന്യത്തെ ആയുധവർഗം വായിപ്പിച്ച്, ഡിസാം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, ഡിസാം. അപ്പൊ ശത്രുവിൻ്റെ കയ്യിൽ ആയുധം ഇല്ല, പക്ഷെ നിന്റെ ജീവിതത്തിൽ ഭയങ്കര ആയുധങ്ങളാ തമ്പുരാൻ തന്നിരിക്കുന്നത്. ശത്രുവിന് കുറച്ച് അടവുകളേ ഉള്ളൂ, തല തകർന്നവന് കുറച്ച് അടവുകളേ ഉള്ളൂ. ദൈവമക്കളാക്കുന്ന നിങ്ങൾ പരസ്പരം നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ, ഒരാളിനെ സമീപിക്കുമ്പോൾ അടവുകളുമായിട്ടല്ല സമീപിക്കേണ്ടത്. നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ സംസാരങ്ങൾ അടവുകളായിട്ടല്ല നിങ്ങൾ സമീപിക്കേണ്ടത്, അടവുകളെ വീട്ടുകളാ. ആത്മീയനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജയം വേണമെങ്കിൽ നിങ്ങൾക്ക് ആയുധമാണ് വേണ്ടിയത്. അടവുകൾ കൊണ്ടല്ല, തന്ത്രങ്ങൾ കൊണ്ടല്ല സഭ പണിയേണ്ടത്. 2 കൊരിന്ത്യർ 2:11 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതെ, സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. തന്ത്രങ്ങൾ എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ് തന്ത്രങ്ങൾ? ഞാനിങ്ങനെ പറയും, ഈ മന്ത്രക്കാരനേക്കാൾ ഡേഞ്ചറസ് ആണ് തന്ത്രക്കാർ. ഹലോ, തന്ത്രം കൊണ്ടല്ല ജീവിക്കേണ്ടത്. സ്തോത്രം. തന്ത്രം കൊണ്ടല്ല ജീവിക്കേണ്ടത്. തന്ത്രം വിട്ടുകളയാം. ചിലരുടെ സ്വഭാവം ഭയങ്കര തന്ത്രങ്ങളാണ്, നമുക്കറിയാം. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി.
തന്ത്രമാണ്. ചില കാര്യം പറയുന്നതേ തന്ത്രമാണ്. വക്രബുദ്ധി. ടി വിയിലൊരു പ്രോഗ്രാമുണ്ട്, വക്രദൃഷ്ടി. പലർക്കും വക്രബുദ്ധി. അത് തല തകർന്നതിൻ്റെ ലക്ഷണമാണ്. തന്ത്രങ്ങൾ. മക്കളെ, ഞാൻ നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കട്ടെ, തന്ത്രം കൊണ്ടല്ല ചർച്ച പണിയേണ്ടത്, ദൈവിക വെളിപ്പാട് കൊണ്ടാണ് ചർച്ച പണിയേണ്ടത്. ഈ 3.5 ദശാബ്ദം ഞാൻ കണ്ടത്, തന്ത്രം കൊണ്ട് പണിയുന്നതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിയും. പക്ഷെ വെളിപ്പാടിൽ പണിയുന്നതിനെ പൊളിക്കുവാൻ ഒരു തിരമാലയ്ക്കും ഒരു കൊടുങ്കാറ്റിനും ഒരു ശോധനയ്ക്കും ഒരു വേദനയ്ക്കും ഒരിക്കലും കഴിയത്തില്ല. അപ്പം ശത്രുവിന് ആയുധങ്ങളില്ല, നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ആയുധങ്ങളുണ്ട്. 2 സെറ്റപ്പ് ആയുധങ്ങളാണ് പ്രധാനമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് ഡിഫൻസീവ് ആയുധങ്ങൾ, മറ്റൊന്ന് ഒഫൻസീവ് ആയുധങ്ങൾ. ഒന്ന് ഡിഫൻസീവ് ആയുധങ്ങൾ, മറ്റൊന്ന് ഒഫൻസീവ് ആയുധങ്ങൾ. മിലിറ്ററിക്കാർക്കറിയാം, ഇത് കാര്യമായിട്ട് കേട്ടിരിക്കുന്നു പട്ടാളക്കാർ. സ്തോത്രം. ഡിഫൻസീവ് ആയുധങ്ങൾ നേവിക്കറിയാം, ഡിഫൻസീവ് ആയുധങ്ങൾ, ഒഫൻസീവ് ആയുധങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ ഒരു ദിവസം സ്തോത്രം എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതാൻ തുടങ്ങി. റോമിലെ ജയിലിൽ പൗലോസ് കിടക്കുകയാണ്. ഉയരം കുറഞ്ഞ് ഉള്ളുകൂനി കഷണ്ടി തലയനായ ഒരു മനുഷ്യൻ. ബാത്ത് അറ്റാച്ച് റൂമിലൊന്നും അല്ല കിടന്നത്, ജയിലിലാണ്. ആ നാർന്ന അന്തരീക്ഷത്തിൽ കിടന്നിട്ട് താൻ ലേഖനം എഴുതുന്നു. എങ്ങനെ അറിയാങ്ങളെ താൻ ലേഖനം എഴുതുന്നതെന്ന്? ആ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ചങ്ങലയുടെ കിലുക്കം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആ ചങ്ങലയുടെ കിലുക്കം കേൾക്കുമ്പോൾ അറിയാം താൻ ലേഖനം എഴുതുകയാണ്. ഒരു ചർച്ചിൽ പോകുമ്പോൾ, ഒരു മിനിസ്ട്രി നിങ്ങൾ കാണുമ്പോൾ, ഒരു ദൈവദാസിയെ നിങ്ങൾ കാണുമ്പോൾ, സ്പിരിച്വലി സക്സസ്ഫുൾ പേഴ്സൺ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒത്തിരി പേർ അങ്ങനെയാണ്, നിങ്ങൾ ഒത്തിരി പേർ അങ്ങനെയാണ്. പക്ഷേ എൻ്റെ പിൻപിലുള്ള കണ്ണുനീരിൻ്റെ, ഉപവാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ത്യാഗത്തിൻ്റെ ചങ്ങല കിലുക്കം അതേ സ്വർഗം മറന്നു പോകുന്നില്ല. ആ ചങ്ങലയുടെ കിലുക്കം ഈ ലേഖനത്തിൻ്റെ ഓരോ അക്ഷരത്തിനും ഓരോ വാക്യത്തിൻ്റെ പിൻപിലുണ്ട്. അങ്ങനെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ ക്രിസ്തു യേശുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് താനതാ ലേഖനം എഴുതുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, 6-ാം അധ്യായം ഏകദേശം എഴുതി താൻ ഇങ്ങനെ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ മുൻപിലൂടെ ഒരു റോമൻ പടയാളി ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ റോമൻ പടയാളി കടന്നുപോകാൻ റോമൻ പടയാളിക്കൊരു കോസ്റ്റ്യൂമുണ്ട്, പടയാളിക്കൊരു യൂണിഫോമുണ്ട്. അത് കണ്ടപ്പോൾ പൗലൂസിൻ്റെ പുറത്തെ മനുഷ്യൻ ചങ്ങലയിൽ ജയിലിലാണ്. പൗലൂസിൻ്റെ പുറത്തെ മനുഷ്യൻ ചങ്ങലയിലും ജയിലുമാണ്. പക്ഷേ ഞാനിങ്ങനെ പറയാം, ഈ പിശാചിന് അല്ലെങ്കിൽ ലോകത്തിന് നമ്മുടെ പുറത്തെ മനുഷ്യനെ ഉപദ്രവിക്കാനേ കഴിയത്തുള്ളൂ, നിൻ്റെ അകത്തെ മനുഷ്യനെ തൊടുവാൻ കഴിയത്തില്ല. രോഗം, ദുഃഖം, ഭാരം, കണ്ണുനീര്, പ്രയാസം, ഇതൊക്കെ നമ്മുടെ പുറത്തെ മനുഷ്യനാണ് അറ്റാക്ക് ചെയ്യുന്നത്. നിൻ്റെ അകത്തെ മനുഷ്യനിലാണ് അഭിഷേകം, നിയോഗം, ദൈവകൃപ, ഇതെല്ലാം തമ്പുരാൻ വച്ചിരിക്കുന്നത് അകത്തെ മനുഷ്യനാണ്. ഗ്യാരണ്ടിയായി പറയട്ടെ, അതിനെ തൊടുവാൻ ശത്രുവിന് കഴിയത്തില്ല. ബെസ്റ്റ് എക്സാമ്പിൾ ജീസസ്. അവൻ്റെ പുറത്തെ മനുഷ്യനെ അടിച്ചു, തകർത്തു, ക്രൂശിച്ചു, അവസാനം കല്ലറയിലും വെച്ചു. അവൻ്റെ പുറത്തെ മനുഷ്യൻ, ലാംബ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ക്രൂശിക്കപ്പെട്ടു. Then what about the Lion of tribe of Judah? അവൻ കയറിയെന്ന് വരുന്നതിനാൽ അവൻ ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? സഖാമന ഹന്തലന മഹശാന്തലരിയാസി ലെംദുനുറോമോസൈഠദയാക്ഷ. വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ പുറത്തെ മനുഷ്യന് ശത്രു പൊരുതുന്ന മുറിവുകളെ മറക്കുക. പുറത്തെ മനുഷ്യൻ്റെ ലിമിറ്റേഷനെ മറന്നു കളയുക. പുറത്തെ മനുഷ്യനിൽ സ്തോത്രം ശത്രു ആക്രമിച്ച ആക്രമണങ്ങളിൽ നിന്നും അതേ ഇന്നലകളിൽ സംഭവിച്ച ഡ്രോമ അറ്റാക്കുകളെ നിന്ന് കണ്ണെടുത്ത് അകത്തെ മനുഷ്യൻ്റെ അഭിഷേകം, അകത്തെ മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന നിയോഗം. ഓ ഗ്ലോറി, ഐ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. എന്തിനു വേണ്ടി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടി ദൈവം ഇങ്ങനെ നിയോഗിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടി ദൈവം ഈ കാലഘട്ടത്തിൽ തലമുറകൾ ദൈവം തന്നെ ആക്കിയിരിക്കുന്നു, അതിനായി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പുറത്തെ മനുഷ്യനെ നോക്കി ശത്രു, നീ ശരിയല്ല, നാട്ടുകാരിതാ പറയുന്നത്, അവരിതാ പറയുന്നത്, മറ്റവരെന്താ ഇതാ പറയുന്നത്, നീ ശരിയല്ല, അകൻ ശരിയല്ല. പിശാച് മനുഷ്യൻ എന്ത് പറഞ്ഞാലും എനിക്കെന്നാ,
ഹൂ കേസ് പറ തല തകർന്നാ ചെറുത്താൻ പറഞ്ഞ എന്നെ എനിക്കെന്നെ പറ എൻ്റെ അപ്പച്ച നീ എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? അവിടെ നിന്ന് എന്നെക്കുറിച്ച് എന്താ പറയുന്നത് കർത്താവേ? അങ്ങ് എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? അങ്ങ് എന്നെക്കുറിച്ച് പറയുന്ന ഒപ്പീനിയൻ എന്താണ്? അല്ലാതെ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. നിങ്ങളിനി 150 വർഷം ജീവിച്ചിരുന്നാലും യവറ്റകളെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അവർ നിങ്ങൾക്കെതിരെ കല്ലെറിയും. നിങ്ങളുടെ നന്മയെല്ലാം ഊറ്റിയെടുത്തിട്ട് അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന വല്ലാത്ത പൊല്ലാത്ത ഒരു ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ ഒരുത്തനെയുള്ളൂ. ദൈവത്തെ മാത്രമേ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. പൗലോസിന്റെ പുറത്തെ മനുഷ്യൻ അറ്റാക്കായി. സ്തോത്രം. അതെ, അഥാനിത് ജയിലിലാണ്, പുറത്തെ മനുഷ്യൻ ചങ്ങലയിലാണ്. പക്ഷേ അകത്തെ മനുഷ്യനെ ഈ പടയാളി കണ്ടപ്പോൾ അകത്തെ മനുഷ്യനെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. ആ പടയാളി കണ്ടപ്പോൾ തൻ്റെ റെവലേഷൻ ഇഗ്നൈറ്റ് ചെയ്തു. ഞാൻ ഒരു കാര്യം നിങ്ങളെ വളരെ ശക്തമായി പഠിപ്പിക്കട്ടെ. നിങ്ങൾ ചുമ്മാ നോക്കി നടക്കല്ലേ, ചുമ്മാ നോക്കി നടക്കല്ലേ ജഡത്തെ, ലോകത്തെ. പകരം ആത്മാവിൽ ദൈവം ചിലത് നിങ്ങളെ കാണിക്കും. കണ്ട് ജീവിച്ചാട്ടെ. കാക്ക നോക്കും, കഴുകൻ കാണും. കാക്ക അശുദ്ധി നോക്കും, പക്ഷെ കഴുകൻ മണ്ണിൽ ഇഴയുന്ന പാമ്പിനെ കാണും. ചാടി വീട്. തോൽപ്പിക്കേണ്ടതിനെ തോൽപ്പിക്ക്, ജയിക്കേണ്ടത് മേൽ ജയിക്ക്. കാക്ക കണ്ണല്ല, ഒരു കഴുകൻ കണ്ട് നിന്നിൽ വെളിപ്പെടുമാറാകട്ടെ. ജഡീകൻ നോക്കി നടക്കും. എവിടെ പാപമുണ്ട്, എവിടെ അവസരമുണ്ട്, എവിടെ ദശയുണ്ട്, അവിടെയല്ലേ കത്തി വെച്ചാൽ താഴത്തുള്ളൂ. എവിടെ നിന്ന് പണം കിട്ടും, എവിടെ നിന്ന് അവസരം കിട്ടും, എവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്, എവിടെ നിന്ന് ചെത്താം എന്ന് ജഡീകൻ അവസരങ്ങൾക്ക് വേണ്ടി നോക്കി നടക്കും. പക്ഷേ ആത്മീയൻ കാണും. കെബാർ നദി തീരത്ത് ഞാൻ ഇരുന്നപ്പോൾ കണ്ടു. പപ്പാ, ഈ നല്ല ബുധനാഴ്ച ഞങ്ങളുടെ കണ്ണുകളൊന്ന് തുറക്കണമേ. ശരണവസ്ത്രം ധരിച്ചൊരു പുരുഷൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാനും കർത്താവിനെ കണ്ടിട്ടില്ലയോ? അപ്പോസ്തലൻ ചോദിക്കുക, ഞാനും കർത്താവിനെ കണ്ടിട്ടില്ലയോ? നോക്കുന്ന ഒരു കണ്ണല്ല, ഞങ്ങളുടെ കണ്ണൊരു കാണുന്ന കണ്ണ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? എൽറോയ്, എൽറോയ്. അങ്ങയുടെ കണ്ണുകളാക്കി ഞങ്ങളുടെ കണ്ണുകളൊന്ന് തീർക്കണമേ. കാണിക്കുന്ന ദർശനങ്ങളെ കാണാൻ, കാണിക്കുന്ന സ്വപ്നങ്ങളെ കാണാൻ. ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ ഈ പടയാളി കണ്ടപ്പോൾ 2000 വർഷം സഭയ്ക്ക് പ്രയോജനമുള്ള ഒരു ഭയങ്കര റെവലേഷൻ, വലിയൊരു വെളിപ്പാട് തന്നിലിതാ ജ്വലിക്കുകയാണ്. സഹോദരങ്ങളെ, ഗ്യാരണ്ടി ചെയ്യൂ, തലമുറകൾ കർത്താവ് എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല, അറിയാൻ നീ പറഞ്ഞു തരാമായിരുന്നു. പക്ഷേ കർത്താവ് ഇന്ന് വരട്ടെ, അല്ലെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞ് വരട്ടെ, അല്ലെ 2028 വരട്ടെ, എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷേ റാപ്ചർ വരെയും ഉൾപ്രാവണം വരെയും ദൈവസഭയ്ക്ക് പ്രയോജനമുള്ള കാര്യാദികൾ നിങ്ങളുടെ പുറത്ത് കൊണ്ടുവരാൻ തമ്പുരാന് കഴിയും. അത് പ്രസംഗമായിട്ടായിരിക്കാം, അത് പുസ്തകങ്ങളായിട്ടായിരിക്കാം, അത് കുറേ ഗാനങ്ങളായിട്ടായിരിക്കാം. വെളിപ്പാടുകളെ കർത്താവിന് നിങ്ങളെ കാണിപ്പാൻ കഴിയും. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പാട്ട് മതി, ഒറ്റ പാട്ട് മതി. സ്തോത്രം. ലോകശ്രദ്ധ നിങ്ങളുടെ മേൽ വരുവാൻ ഒരൊറ്റ ദൂത് മതി നിന്നെ പ്രധാനമന്ത്രിയാക്കാൻ. അതാണ് യോസഫ്. ഒരു സ്വപ്നവ്യാഖ്യാനം മതി ഗവർണറായി നീ ഉയർത്തപ്പെടാൻ. നിന്നെ മാനിക്കുന്നത് പണമല്ല, നിന്നെ മാനിക്കുന്നത് അപ്പുറത്തെ കോളേജിൽ നിന്ന് നിനക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ല, നിന്നെ മാനിക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്.
പൗലോസ് ആ പടയാളി കണ്ടപ്പോൾ അവൻ്റെ കോസ്റ്റ്യൂം, അവൻ്റെ വേഷവിധാനം കണ്ടപ്പോൾ തൻ്റെ ആത്മാവിൽ ഇഗ്നൈറ്റ് ചെയ്ത് തനിപ്രകാരം പറഞ്ഞു, ഹേ സഹോദരന്മാരെ, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. എഫെസ്യർ 6 സ്തോത്രം 12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളെ ദുഷ്ടാത്മാ സൈന്യത്തോട് മാത്രമേ. അടുത്ത ഭാഗം സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ച് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അതാണ് നിങ്ങളുടെ ഡിഫെൻസീവ് വെപ്പൺ, ദ ആർമർ ഓഫ് ഗോഡ്. സർവായുധ വർഗം അതാണ് നിങ്ങളുടെ ഡിഫെൻസീവ് വെപ്പൺ. എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കണം, എൻ്റെ ഡിഫെൻസീവ് വെപ്പൺ. അവർ ഡിഫെൻസീവ് വെപ്പൺ, നിങ്ങളുടെ സംരക്ഷണയുടെ ആയുധങ്ങളെന്ന് പറയുന്നത്, സ്തോത്രം, നിങ്ങളെ സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ സർവായുധ വർഗം. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞ്, ദൈവത്തിൻ്റെ സർവായുധ വർഗം. വളരെ ശ്രദ്ധിക്കുക, ഇത് ഒരിക്കലും അഴിച്ചു വെക്കാൻ അനുവാദം ഇല്ല. ഒരിക്കൽ കൂടെ, ഇതൊരിക്കലും അടിച്ചു വെക്കാൻ അനുവാദമില്ല. ഇത് ഞായറാഴ്ച രാവിലെ മാത്രം എടുത്ത് ഫിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരം മാത്രം എടുത്ത് ഫിറ്റ് ചെയ്ത് പിന്നെ തോന്നിയതുപോലെ ജീവിക്കുന്നതല്ല. നോ, ഇത് മാറ്റിവെക്കല്ല. ബി റെഡി ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ. എവിടെയും സത്യത്തിന് വേണ്ടി നിൽക്കുക, എവിടെയും സത്യത്തിന് വേണ്ടി നിൽക്കുക. കാര്യമെന്ത്? സ്തോത്രം. അതെ, അരയ്ക്ക് സത്യം കെട്ടിയും. ശബ്ദമുയർത്തി പറഞ്ഞേ, അരയ്ക്ക് സത്യം കെട്ടിയും. കാരണം ദൈവം അവൻ വിശുദ്ധനും സത്യവാനുമാണ്. അപ്പം വിശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? സത്യമുണ്ട്. ഒരിക്കൽ കൂടെ, വിശുദ്ധിയും പോഷ്കും ഒരുമിച്ച് പോകത്തില്ല. അലുവയും ഫിഷ് കറിയും ഒരുമിച്ച് കഴിക്കാം എന്ന് ആരെങ്കിലും ചെയ്യുന്നത്, സംതിങ് റോങ് വിത്ത് യു. അലുവയും ഫിഷ് കറിയും ശരിയാകത്തില്ല. ന്യൂജൻ പറയും, അങ്ങളെ ഒന്ന് ട്രൈ ചെയ്യാം. വേണ്ട മക്കളെ, വേണ്ട. സ്തോത്രം. കപ്പയും ഫിഷ് കറിയും ഒരുമിച്ച് പോകത്തുള്ളൂ. നിങ്ങളുടെ വായിൽ വെള്ളം ഉറന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ബൈബിൾ സ്റ്റഡിയാണ്. കരങ്ങൾ ഉയർത്തി വായിന്ന് തുപ്പൽ പുറത്ത് വരാതെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞോട്ടെ. യെസ്, സ്തോത്രം. സോ ഭോഷ്കും വിശുദ്ധിയും ഒരുമിച്ച് പോകത്തില്ല. കാര്യം എന്താണെന്നൊരു വിശുദ്ധ കള്ളൻ എന്ന് പറയുന്ന ഒരു ടേം ബൈബിളിലില്ല. വിശുദ്ധ സത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കള്ളക്കണക്ക് നമ്മൾ എഴുതത്തില്ല. നമുക്ക് നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട്, നമുക്ക് നല്ലൊരു ജോയ് ബ്രദറുണ്ട്. എല്ലാവരും ഒന്ന് ചിരിച്ചേ. നമ്മൾ കള്ളക്കണക്ക് എഴുതത്തില്ല. സോ പ്രൗഡ് ഓഫ് യു ജോയ് ബ്രദർ. എല്ലാവരും ജോയ് ബ്രദറിന് മുട്ടായി മേടിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മൾ കള്ളക്കണക്ക് എഴുതത്തില്ല. കാരണം ദൈവം സത്യത്തിൻ്റെ ദൈവമാണ്. ജീവിതത്തിൽ ജയം വേണമെങ്കിൽ വാക്കിൽ സത്യം വേണം, പ്രവൃത്തിയിലും സത്യം വേണം. കാരണം ഇത് സത്യവേദ പുസ്തകമാണ്. ഇതിൽ വളവും തിരിവുമില്ല. നേരെ വാ, നേരെ പോ. അതുകൊണ്ട് സ്തോത്രം, ജീവിതത്തിൽ ജയം വേണമെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ: 1, സത്യത്തിൽ നമ്മൾ വസിക്കുന്നു. 2, അനീതിക്ക് നമ്മൾ കൂട്ടു നിൽക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അനീതിക്ക് നമ്മൾ കൂട്ടു നിൽക്കത്തില്ല. ഒരു സ്ഥലത്ത് നമ്മുടെ ബന്ധുക്കളാകട്ടെ, അയൽവാസികൾ അനീതിയായിട്ട് എന്തെങ്കിലും അത് നീതി അല്ലെങ്കിൽ നമ്മൾ പറയാം, അയ്യോ കുഞ്ഞെ പറ്റത്തില്ല, ഇതിന് എൻ്റെ ഡിക്ഷണറിയിൽ യോജിച്ചതല്ല. ഞാൻ നീതി എവിടെയുണ്ടോ അവിടെ നിൽക്കത്തുള്ളൂ, നീതിയെ ഞാൻ പറയത്തുള്ളൂ. അനീതിയായിട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. വേറൊരു ചർച്ചിനെ പൊളിച്ചിട്ട്, അല്ലെങ്കിൽ വേറൊരു മിനിസ്ട്രിയിലോ വേറൊരു സഭയിലോ ഉള്ളവരെ നമുക്ക് വേറൊരു ദൈവദാസൻ്റെ ഹൃദയത്തെ തകർത്തിട്ട് നമുക്ക് വേണ്ട. അനീതി നമുക്ക് വേണ്ട. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. കാരണം കർത്താവ് നീതിമാനാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, സ്തോത്രം, നീതി എന്ന കവചം ധരിച്ച്. നീതി എന്ന കവചം ഇല്ലെങ്കിൽ ഹൃദയം തകരും. ഒരിക്കൽ കൂടെ, നീതി എന്ന കവചം ഇല്ലെങ്കിൽ ഹൃദയം തകരും. മറ്റുള്ളവരെ ഹൃദയം തകർക്കാൻ ഞാൻ കൂട്ടു നിൽക്കത്തില്ല. മറ്റുള്ളവരെ ഹൃദയത്തെ ആശ്വസിപ്പിപ്പാൻ, മറ്റുള്ളവരെ നോക്കി നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് നാഥൻ പറഞ്ഞെങ്കിൽ, മറ്റുള്ളവരുടെ ഹൃദയത്തെ സംരക്ഷിക്കാനേ, മറ്റുള്ളവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാനേ ഞാൻ നിൽക്കത്തുള്ളൂ. അതാണ് എൻ്റെ അഭിഷേകം. ഉള്ളം കലക്കും കള്ള സഹോദരർ
ഇന്ന് ഒരു ട്രെൻഡായിരിക്കുകയാണ്. ഒരുത്തൻ്റെ പ്രസംഗം വൈറലാകാൻ, ഒരുത്തൻ്റെ ശുശ്രൂഷ വൈറലാകാൻ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരുത്തനെ നോക്കി ഘോരം കുറ്റം പറയുക. ഘോരം കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ വിമർശിച്ച് കയ്യടി നേടുക. ഞാൻ പറയട്ടെ, അക്യൂസേഷൻ അല്ല സുവിശേഷം, ആശ്വാസമാണ് സുവിശേഷം. ഹല്ലേലൂയ, സ്തോത്രം. അനീതിക്ക് കൂട്ടുനിൽക്കല്ല, നീതിക്ക് വേണ്ടി നിൽക്ക്. ബിക്കോസ് ജീസസ് ഈസ് അവർ റൈച്ചസ്നെസ്. അസമാധാനം കൊണ്ടുവരുന്ന ഒരു പരിപാടിക്കും കൂടെ നിൽക്കല്ല. ഇന്ന് രാത്രിയിലും സ്തോത്രം ചിലതിൻ്റെ ഉറക്കം കെടുതണം, അസമാധാനം കൊടുക്കണം. നോവേ, ഈ സുവിശേഷം സമാധാനമാണ്. യേശുവിൻ്റെ സുവിശേഷം തലയിൽ തീകോരി ഇടുന്നതല്ല. ഞാൻ ആരെങ്കിലും ഫോൺ ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ, ഇരുന്ന് ഉരുകട്ടെ, 2 ദിവസം ഇരുന്ന് ഉരുകട്ടെ, 2 കൊടുത്ത് വിടാം എന്ന് പറയുന്നെങ്കിൽ പിശാചാണത്. എന്നാൽ യേശു ആണെങ്കിൽ ഉറക്കം കെടുത്തുന്നവനല്ലേ യേശു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഉറക്കം കൂടുതലാണ്, അത് പറയുന്ന വോളിയം കേട്ടപ്പോൾ ഉറക്കം കൂടുതലാണ്. മീനിങ് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് മക്കളെ, ഇതാണ്, കൊടുങ്കാറ്റിൽ നിന്നാണ് അനേകർ സഭയിൽ വരുന്നത്. കൊടുങ്കാറ്റിൽ നിന്ന് വരുന്നവർക്ക് നീ ഒരു മന്ന മാരുതനായി ആശ്വസിപ്പിപ്പാൻ തമ്പുരാൻ കൃപ ചെയ്യണം. സമാധാന സുവിശേഷം. യേശു കർത്താവ്, ഹീസ് ദ പ്രിൻസ് ഓഫ് പീസ്. യഹൂദന്മാർ പോലും വിശ്വസിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ 1000 ആണ്ട് സമാധാനത്തിൻ്റെ ഇറ, പീസ് ഓഫ് ഇറ, സമാധാനത്തിൻ്റെ സ്തോത്രം സാമ്രാജ്യമായിരിക്കും, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ കാലഘട്ടമായിരിക്കും. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാലത്തിലല്ല സമാധാനം വരുന്നതെന്ന് യഹൂദൻ പറയുന്നു. പകരം മെശിഹ വരുമ്പോഴാണ്. മെശിഹ നിൻ്റെ ജീവിതത്തിൽ വന്ന് കഴിഞ്ഞു, ഇനി അവൻ വന്നിട്ടല്ല. യഹൂദൻ പറയുന്നു അവൻ വന്നിട്ടാണ് സമാധാനം. പക്ഷെ നമ്മൾ പറയും നോ 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 നോ, വന്നിട്ടല്ല സമാധാനം, ഓൾറെഡി അവൻ എൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു. അവൻ എൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് ഞാൻ സമാധാനത്തിൻ്റെ പുത്രനാണ്, ഞാൻ സമാധാനത്തിൻ്റെ പുത്രിയാണ്. ഹലോ, നീ സമാധാനത്തിൻ്റെ പുത്രനാണെന്ന് എനിക്കിവിടെ തോന്നണ്ടേ? ഒരാളിനെങ്കിലും മനസ്സിലായി. സമാധാനത്തിൻ്റെ പുത്രിയാണെങ്കിൽ എന്ത് കൊടുക്കും? പറ. സമാധാനം കൊടുക്കും. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പക്ഷെ യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ സ്തോത്രം, മറ്റുള്ളവർക്ക് ഞാൻ എന്തോ ആയിരിക്കും? ഒരു സമാധാനമായിരിക്കും. നമുക്കെല്ലാവർക്കും വെല്ലുവിളികൾ കാണും, പ്രശ്നം കാണും. സാരമില്ല മക്കളെ, നിൻ്റെ പ്രോബ്ലംസ് എക്സ്പയർ ആകുന്ന ഒരു ഡേറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സമാധാനം. കാരണം യേശു നമ്മുടെ സമാധാനം. യേശുവാണ് നമ്മുടെ വിശ്വാസം. അവിശ്വാസത്തിൻ്റെ ഒരു പരിപാടി നമുക്ക് വേണ്ട. അവിശ്വാസം എന്നുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ നിന്ന് മാറട്ടെ. പകരം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം നമുക്ക് വിശ്വസിക്കാം. ആ ചെറുക്കൻ്റെ ലഞ്ച് ബോക്സിൽ നിന്ന് 35,000 പേർക്ക് തിന്ന് നിറയുവാനും പിന്നെ 12 കൊട്ട നിറച്ചെടുക്കുവാൻ തമ്പുരാന് കഴിഞ്ഞെങ്കിൽ നിൻ്റെ അലമാരിയെ നിറയ്ക്കാൻ, നിൻ്റെ ഫ്രിഡ്ജിനെ നിറയ്ക്കാൻ, നിൻ്റെ പോക്കറ്റിനെ നിറയ്ക്കാൻ, നിൻ്റെ ഭാവിയിലുള്ള സകല കാര്യാദികൾക്ക് കരുതലുകൾ നൽകുവാൻ ദൈവത്തിന് കഴിയും. വിശ്വാസം. എൻ്റെ നീതിമാൻ ബാങ്ക് അക്കൗണ്ട് കൊണ്ടല്ല ജീവിക്കുന്നത്. എൻ്റെ നീതിമാൻ റബ്ബർ പാല് കൊണ്ടല്ല ജീവിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, വിശ്വാസം സ്തോത്രം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. രക്ഷ എന്ന ശിരസ്ത്രം. രക്ഷിക്കപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സംരക്ഷിക്കും. നിൻ്റെ മൈൻഡ് ടിവിയും തുറന്നു വെച്ച് ആരാരെ കൂടെ പോയി, നോ അതല്ല നീ നിൻ്റെ മനസ്സിൽ നിറയ്ക്കുന്നത്. നിൻ്റെ മനസ്സിൽ നിറയ്ക്കുന്ന സിനിമ സ്റ്റോറിയല്ല. നിൻ്റെ മനസ്സിൽ നിറയ്ക്കുന്നത് മനുഷ്യനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ല. നിൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിരിക്കട്ടെ. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത്, നിൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ ധ്യാനമാകട്ടെ. രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു സംഭവം ബൈബിൾ വായിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു പാരഗ്രാഫ് വായിക്കുന്നു. അതാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. കേട്ടവർ ആമേൻ പറഞ്ഞേ. അതാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. മനുഷ്യനായ വിറക്കത്തില്ല, പക്ഷെ ആത്മീയനായ വിറക്കും. ഒരിക്കൽ കൂടെ, എന്തോ? മനുഷ്യനായ വിറക്കത്തില്ല, ആത്മീയനായ വിറക്കും. പശു ആയ വിറക്കും. പശുവിൻ്റെ ഭർത്താവിൻ്റെ പേരെന്തോ?
കാള അയവിറക്കും. സ്തോത്രം. കാള അയവിറക്കും, മൃഗങ്ങൾ അയവിറക്കും, ഇതുപോലെ ആത്മീയനും അയവിറക്കും. ആത്മീയൻ അയവിറക്കും. ആത്മീയൻ തിന്നതല്ല അയവിറക്കുന്നത്, അവൻ വായിച്ചതാണ് അയവിറക്കുന്നത്. ഓ ഹോ 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 ഹോ. യെസ് 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 യെസ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ബെഡ് കോഫിയും ബെഡ് ടീയും കൊണ്ടല്ല തുടങ്ങേണ്ടത്, വേദപുസ്തകവുമായി തുടങ്ങുന്നു. രാവിലെ മുതൽ നിങ്ങൾ വായിച്ചത് എന്താണോ അത് അയവിറക്കുന്നു. കുന്നായ്മയ്ക്ക് സ്ഥാനമില്ല, കുശുമ്പിന് സ്ഥാനമില്ല, അസൂയയ്ക്ക് സ്ഥാനമില്ല, കയ്പിന് സ്ഥാനമില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നദ്ധിയിൽ ശക്തിയുള്ളവ തന്നെ. അങ്ങനെ ധ്യാനിച്ച് നടക്കുമ്പോൾ ഒരു പ്രാസംഗികൻ പറയാത്തത്, യൂട്യൂബിൽ ഇല്ലാത്തത്, ഫേസ്ബുക്കിൽ കേൾക്കാത്തത് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തും. ആ ധ്യാനത്തിങ്കൽ തീ കത്തും. ഇതൊക്കെയാണ് നിങ്ങളെ സംരക്ഷിക്കുന്ന ഡിഫൻസീവ് ആയുധങ്ങൾ. സർവായുധ വർഗം, ദൈവത്തിൻ്റെ സർവായുധ വർഗം. കത്തോലിക്കൻ്റെ സർവായുധ വർഗമല്ല, പ്രൊട്ടസ്റ്റൻറ്റിൻ്റെ സർവായുധ വർഗമല്ല, പെനക്കോസ്റ്റലിൻ്റെ സർവായുധ വർഗമല്ല. പറഞ്ഞാട്ടി ആരുടെ സർവായുധ വർഗം? ദൈവത്തിൻ്റെ സർവായുധ വർഗം. എവിടെ ദൈവം എന്ന് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു, അവിടെ ഒരു 7 കാര്യം ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടെ, മിക്കവാറും ദൈവം എന്നെവിടെ എഴുതിയിരിക്കുന്നു അവിടെ ഏറ്റവും കുറഞ്ഞത് 7 കാര്യം ഉണ്ടായിരിക്കും. വായ് സ്തോത്രം. 2 റീസൺ. നമ്പർ 1, ദൈവം ആത്മാവാകുന്നു, അവൻ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ സംഖ്യയാണ് 7. 2, ഹീസ് ദ ഗോഡ് ഓഫ് പെർഫെക്ഷൻ, അവൻ പൂർണ്ണതയുടെ ദൈവമാണ്. അവൻ പൂർണ്ണതയുടെ ദൈവമായതുകൊണ്ട് 7. നമ്മുടെ ദൈവം ഒരു സ്തോത്രം ഫീലിംഗ് അല്ല, നമ്മുടെ ദൈവം ഒരു വ്യക്തിയാണ്. യെസ്, ഹല്ലേലൂയ. അവൻ അനുഭവങ്ങളുടെ കലവറ തുറക്കുമാറാകട്ടെ. സോ വചനം പറയുന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ സർവായുധ വർഗം. ആദ്യത്തെ 5 എണ്ണം നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. സത്യമെന്ന് അരയ്ക്ക് സത്യം കെട്ടി, നീതി എന്ന കവചം ധരിച്ച, സമാധാന സുവിശേഷം ഒരുക്കും കാലിനെ ചെരുപ്പായിട്ട്, വിശ്വാസമെന്ന് പരിചയെടുത്ത്, പിന്നെ സ്തോത്രം രക്ഷയെന്ന് ശിരസ്ത്രം. രക്ഷയെന്ന ശിരസ്ത്രം. അടുത്ത ആ ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിൽ പിന്നെ കാണുന്നതായ 2 ആയുധങ്ങൾ തുടർന്ന് ഞാൻ ചിലത് കൂടെ പറയാം. അത് ശത്രുവിനെ എതിർക്കുവാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒഫൻസീവ് വെപ്പൺസ് ആണ്. ആദ്യത്തെ 5 ആയുധങ്ങൾ ഡിഫെൻസീവാണ്. 5 കൃപയുടെ സംഖ്യയാണ് 5. നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് കഴിച്ച ആഹാരം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. പോയി. നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് നിങ്ങളുടെ വീടിന് മേൽക്കൂര ഉള്ളത് കൊണ്ടല്ല, പകരം ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യം കൊണ്ടാണ് നിങ്ങൾ ദൈവകൃപയാൽ സംരക്ഷിക്കപ്പെട്ടത്. ആദ്യത്തെ 5 ആയുധങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു. മനസ്സിലാക്കണം, സ്തോത്രം. ആദ്യം നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യാതെ, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നിങ്ങൾ മറയാതെ നിങ്ങൾക്കൊരിക്കലും ഒഫൻസീവായി സക്സസ് ആകാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് സ്തോത്രം ഡിഫെൻസീവ് വെപ്പൺസ് നിങ്ങൾ എടുക്കാതെ, നിങ്ങൾ തന്നെ സംരക്ഷിക്കുന്ന രീതിയിൽ സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ മറയേണ്ടതുപോലെ മറയാതെ നിങ്ങൾക്കൊരിക്കലും ശത്രുവിന് മുമ്പിൽ ജയിപ്പാൻ കഴിയത്തില്ല. മറയാതെ വല്ലതും പുറത്ത് കിടക്കുന്നെങ്കിൽ അതിൽ വെട്ടുകൊള്ളും. തെളിയിക്കാം. സ്തോത്രം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അവിടെ ഇതാ ഹായി പട്ടണക്കാർ തങ്ങളുടെ പട്ടണത്തെ മുഴുവൻ തുറന്നിട്ടിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. തങ്ങളുടെ അടച്ചുറപ്പാക്കേണ്ട വാതിലുകൾ അടയ്ക്കാതെ ഭവനങ്ങളെ തുറന്നിട്ട്, പട്ടണത്തെ തുറന്നിട്ട് സ്തോത്രം അവർ പുറത്തേക്ക് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോയപ്പോൾ സ്തോത്രം പിന്നിലിരുന്ന പതിയിരിപ്പുകാർ ആ പട്ടണത്തിലേക്ക് അകത്തേക്ക് കയറി ആ പട്ടണത്തെ ആക്രമിച്ച് ചുട്ട് തീ വെച്ച് അതിനെ എരിച്ചു കളഞ്ഞു. എത്ര പേർ ആ സ്ട്രാറ്റജി വായിച്ചിട്ടുണ്ട്? എത്ര പേർ ആ ഭാഗം വായിച്ചിട്ടുണ്ട്? ഇതുപോലെ അതൊരു യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജിയാണ്, മനസ്സിലാക്കണം. സ്തോത്രം. ഇതുപോലെ സ്തോത്രം നിങ്ങൾക്കെതിരെ പതിയിരിപ്പുണ്ട്, നിങ്ങൾക്കെതിരെ 2 ആക്രമണങ്ങളുണ്ടെന്ന് യേശു പറയുകയുണ്ടായി. ലൂക്കോസ് സുവിശേഷം 10:19. ഒന്ന് പാമ്പിൻ്റെ ആക്രമണം, മറ്റൊന്ന് തേളിൻ്റെ ആക്രമണം. പാമ്പുകളെയും തേളുകളെയും. പാമ്പ് മുന്നിൽ നിന്ന് ആക്രമിക്കുന്നു, തേള് പതിയിരുന്ന് ആക്രമിക്കുന്നു. തേളിൻ്റെ ആക്രമണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രം പോലെ പതിയിരുന്ന് ആക്രമിക്കുന്നു. മിക്കവാറും പാമ്പിൻ്റെ ആക്രമണം ചർച്ചിന് പുറത്തുനിന്ന് വരുമ്പോൾ, പതിയിരിപ്പിൻ്റെ ആക്രമണം ആത്മീയതയുടെ വേഷമിട്ട്, ആത്മീയതയുടെ ഭാവമിട്ട് പതിയിരുന്ന് ആക്രമിക്കുന്ന ആക്രമണം തേളിൻ്റെ ആക്രമണം. തേള് കുത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. തേള് കുത്തിയിട്ടുള്ളവർ
റിയലി ഇവാൻസ് അത് ചത്ത് കാണും. റിയലി അത് ചത്ത് കാണും, പണ്ടേ ചത്ത് കാണും. ഹല്ലേലൂയ. തേള് കുത്തിയാൽ ഉറങ്ങാൻ പറ്റുമോ? ഓ, ഉറക്കം പോകും. തേളുകളുണ്ട്. ഇന്ന് രാത്രി അതിൻ്റെ സമാധിപ്പെട്ടിയുമായിട്ടാണ് കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്. തേള് കുത്തല്ലേ മക്കളെ? എങ്കിൽ ഞാൻ കണ്ണടച്ച് പറയും എന്ന് പറഞ്ഞാൽ അത്ര കൃത്യമായി പറയും, നീ ലൂസിഫറിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നീ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെങ്കിൽ നീ എനിക്കൊരാശ്വാസമാണ്, നീ മറ്റുള്ളവർക്കൊരാശ്വാസമാണ്. ഓ, ഇതുവരെ പടച്ച് സ്വോത്രം പറഞ്ഞ എല്ലാം ശാന്തമായല്ലോ. എൻ്റെ കർത്താവ് എന്തോ പറ്റി? ബൈബിൾ സ്റ്റഡി ഞായറാഴ്ച വരണേ, കത്തിർമേശയുണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ പതിയിരിപ്പുകളുണ്ട്. തേളിൻ്റെ ആക്രമണം. ആ പതിയിരിപ്പുകളിൽ നിന്ന് ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഇൻഡിവിജ്വലി, ഫാമിലി, ചേർച്ച്, 3 ലെവലിൽ ഞാൻ പറഞ്ഞു. ഇൻഡിവിജ്വലി, ഫാമിലി, ചേർച്ച്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ നിറവേറ്റുന്നെങ്കിൽ മാത്രമേ പതിയിരിപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ജയിപ്പാൻ തക്കോണം കഴിയത്തുള്ളൂ. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ സ്വന്തം ജീവിതത്തിൽ, ജോലിയിൽ, വീട്ടിൽ, ചേർച്ചിൽ ഉള്ളതായ ഉത്തരവാദിത്തം ചെയ്ത് തീർത്തിട്ട് വേണം നിങ്ങൾ പുറത്ത് സ്തോത്രം ദൈവത്തിൻ്റെ കാര്യാദികൾക്ക് വേണ്ടി പോകാൻ. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോഴേക്കും ഇവിടെ ചെയ്ത് തീർക്കേണ്ട മിക്കവാറും കാര്യങ്ങൾ ചെയ്തും ചെയ്യിപ്പിച്ചും ഏൽപ്പിച്ചിട്ടും പോയാൽ മാത്രമേ ഇത് കെട്ടിയടച്ച തോട്ടമായി നിലനിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ തിരിച്ചു വന്നാലേ പതിയിരിപ്പുകാരിറങ്ങിയിട്ടുണ്ട്, സൂക്ഷിച്ചോ. തിരുവനന്തപുരമേ പതിയിരിപ്പുകാരുണ്ട്. ചർച്ചിനെ ഹൈജാക്ക് ചെയ്യുന്ന പതിയിരിപ്പുകാരിറങ്ങിയിട്ടുണ്ട്. യേശുവിൻ്റെ രക്തജയം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി ചോദിക്കും, വാതിലടച്ചോ? പെട്ടെന്ന് ചോദിക്കും. കർത്താവിനെതിരെയല്ല, പതിയിരിപ്പിനെതിരെ, ശത്രുവിനെതിരെ. കർത്താവിനെതിരെ ഒരടച്ച വാതിൽ നമുക്ക് വേണ്ട. ഓ ഹല്ലേലൂയ. യേശു കർത്താവ് കടന്നു വരുമ്പോൾ ഒരു വാതിലിൻ്റെ മുൻപിൽ നോ അഡ്മിഷൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് കർത്താവിൻ്റെ മുൻപിൽ കിടക്കില്ല. പകരം മെയിൻ ഗേറ്റിൽ തന്നെ ശത്രുവിന് മുൻപിൽ കിടക്കണം, നോ അഡ്മിഷൻ, ബ്ലഡ് ഓഫ് ജീസസ്. നോ അഡ്മിഷൻ, ബ്ലഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവില്ലാത്ത ഒരു പ്രൈവസി നമുക്കില്ല. കർത്താവില്ലാത്ത ഒരു ചേംബർ നമുക്കില്ല. കർത്താവില്ലെങ്കിൽ ഓർത്തോളം അവിടെ മറ്റേ ഇരുട്ടായിരിക്കും ഇരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അതെ, ഡിഫൻസീവ് വെപ്പൺ, നമ്മെ തന്നെ സംരക്ഷിക്കുന്ന ആയുധങ്ങളുണ്ട്. ഒഫൻസീവ് വെപ്പണായിട്ട് ശത്രുവിനെ ആക്രമിക്കുന്ന ആയുധങ്ങളായി ചില കാര്യം പറഞ്ഞ് 9 മണിക്ക് ഞാൻ നിർത്താൻ പോവാം. സന്തോഷമുള്ള ഒരു കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. യെസ്, ഒഫൻസീവ് വെപ്പണായി നമ്പർ 1 ആദ്യം നമുക്ക് എടുക്കാൻ പറ്റുന്നത് അന്യഭാഷയല്ല, പ്രവചനമല്ല, രോഗശാന്തിയല്ല, മറ്റൊരു കൃപാവരവുമല്ല, നമ്മുടെ അനുഭവങ്ങളല്ല. ഒഫൻസീവ് വെപ്പനായി ശത്രുവിനെ ആക്രമിക്കുന്ന ആയുധമായി ഒന്നാമതായി എടുക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം, ദൈവവചനം. എല്ലാവരും പറഞ്ഞാൽ ശബ്ദം ഉയർത്തി, ദൈവവചനം. ശത്രുവിനെ വെട്ടുന്ന വാളാണ് ദൈവവചനം. 12 ഉപമാനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവവചനത്തെക്കുറിച്ച്. 12 ഉപമകളാണ് ദൈവവചനത്തെക്കുറിച്ചുള്ളത്. തേനാണ്, തീയാണ്, പിന്നെ അപ്പമാണ്, പാലാണ് എന്നൊക്കെ തുടങ്ങിയുള്ളതായ 12 ഉപമാനങ്ങൾ. പാറയെ തകർക്കുന്ന ചുറ്റികയാണ് എന്നൊക്കെ. അതിലൊന്നാണ് ദൈവവചനം, വാളാണ്. എഫേസ്യർ 6:17 പറയുന്നു, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. വചനം നിങ്ങൾ പറയുമ്പോൾ അത് വാളായിത്തീരുന്നു. പറയുന്ന വചനം വാളായിത്തീരുന്നു. പറയുന്ന വചനം വാളാണ്. ഒരിക്കൽ കൂടെ, പറയുന്ന വചനം വാളാണ്. ഒരു പ്രവചനം പറയുമ്പോൾ അത് വാളാണ്. പറയുന്ന വചനം. ഒരു പ്രസംഗം പറയുമ്പോൾ, വീടിനെ നോക്കി ഡിക്ലെയർ ചെയ്യുമ്പോൾ, കുഞ്ഞുങ്ങളെ ഫോട്ടോ നോക്കി, അകലെ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്, ലിവിങ് റൂമിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അപ്പോൾ കുഞ്ഞിനെ നോക്കിയാ വചനം പറയുമ്പോൾ അത് വാളാണ്. അത് ഫോട്ടോ വെട്ടുന്നല്ല ഞാൻ പറഞ്ഞേ, അങ്ങ് ദൂരെ ഇരിക്കുന്ന കുഞ്ഞിനെ, വാളോങ്ങി നിൽക്കുന്ന സകല അന്ധകാരങ്ങളെ അത് വെട്ടുകയാണ്. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചനം അതൊരു വേർഡാണ്.
സൗഖ്യത്തിൻ്റെ വചനം. ആ സൗഖ്യത്തിൻ്റെ വചനമാണ് സ്തോത്രം ജനത്തെ സൗഖ്യമാക്കുന്നത്. ശതാധിപനെ നോക്കി കർത്താവ് വചനം പറഞ്ഞു. കനാന്യ സ്ത്രീയെ നോക്കി യേശു വചനം പറഞ്ഞു. ശതാധിപൻ്റെ ദാസൻ അകലെയായിരുന്നു, കനാന്യ സ്ത്രീയുടെ മകളും അകലെയായിരുന്നു. ആ വചനം പറഞ്ഞപ്പോൾ ആ വചനം വിടുതൽ കൊടുത്തു. ഇൻ ജീസസ് നെയിം. ദൈവവചനം പറയുന്ന വചനം, സൗഖ്യത്തിൻ്റെ വചനം, പ്രവചനം, സ്തോത്രം, അത്ഭുതത്തിൻ്റെ വചനം, വിടുതലിൻ്റെ വചനം, സ്തോത്രം, അതൊക്കെ വാളാണ്. പൗലോസ് റോഡിലൂടെ നടന്നു പോയപ്പോൾ തിരിഞ്ഞു നോക്കി, മുഷിഞ്ഞു നോക്കി, ആ ദുരാത്മാവിനെ ശാസിച്ചു. ഇറ്റ്സ് എ വേർഡ് ഓഫ് ഡെലിവറൻസ്. അതൊരു വിടുതലിൻ്റെ വചനമാണ്. ആ വചനം എവിടെയാണ്? ഈ ഓഗസ്റ്റ് മാസം സ്തോത്രം, ഇന്ന് എത്രയാം തീയതി? ഈ ഓഗസ്റ്റ് മാസം സ്തോത്രം, അതെ 28-ാം തീയതി. ആ വചനം എവിടെയാണ്? അലമാരയിലല്ല, മേശപ്പുറത്തല്ല. എഴുതപ്പെട്ടതായ ലോഗോസ് അലമാരയിലും മേശപ്പുറത്തും ഒക്കെ വെക്കാം. പക്ഷേ ആ വിടുതലിൻ്റെ വചനം, സൗഖ്യത്തിൻ്റെ വചനം, അത്ഭുതത്തിൻ്റെ വചനം, അത് നിങ്ങളുടെ നാവിലാണ്. നിങ്ങളുടെ നാവിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. യോശുവ പറഞ്ഞു, സൂര്യനും ചന്ദ്രനും നിന്നു. അത്ഭുതത്തിൻ്റെ വചനം. സോ ഇതുപോലെ ശത്രുവിനെ വെട്ടുന്ന വചനം. മത്തായി 4, ലൂക്കോസ് 4, 3 ടെംപ്റ്റേഷനുമായി, 3 പ്രലോഭനങ്ങളുമായി സാത്താൻ വന്നപ്പോൾ യേശു കർത്താവ് ദൈവ വചനം പറഞ്ഞ് ശത്രുവിനെ ഓടിച്ചുവെങ്കിൽ, ജയിച്ചു എങ്കിൽ, സെയിം തിരുവനന്തപുരത്ത് ശത്രുവിത വെട്ടുകൊണ്ട് ഓടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറഞ്ഞോട്ടെ, വചനം പറഞ്ഞോട്ടെ. സാഹചര്യങ്ങളെ എതിർത്ത് വചനം പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദൗർലഭ്യം തോന്നും, ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ വീക്ക്നെസ് അല്ല പറയേണ്ടത്, പകരം പറയണം ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ്. സ്തോത്രം. ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ്. ദുർബലൻ തന്നെത്താൻ ബലവാനായി മതിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വചനം പറയുക അതൊരു ഒഫൻസീവ് വെപ്പണാണ്. നമ്പർ 2, രണ്ടാമത് ഒഫൻസീവ് വെപ്പണായി രണ്ടാമത് വരുന്നതാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിലെ 7ാമത്തെ പീസ്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഏത് നേരത്തും, അല്ലേ? സ്തോത്രം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും എങ്ങനെ പ്രാർത്ഥിച്ചു? ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. 7ാമത്തെ കാര്യം, ഏത് നേരത്തുമുള്ള പ്രാർത്ഥന. ഒരു സ്റ്റെപ്പ് കയറ്റി പൗലോസ് പറയുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. 2 രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, സ്തോത്രം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും മാതൃഭാഷ മലയാളമാണ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ മാതൃഭാഷയിൽ, മദർ ടങ്കിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഫാദർ ടങ്കിൽ, ഹെവൻലി ലാംഗ്വേജിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ്, മിഷൻ്റെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ സക്സസ് ഞാൻ പറയട്ടെ, ലെസ് മദർ ടങ്, മോർ ഫാദർ ടങ്. ലെസ് മദർ ടങ്, മോർ ഫാദർ ടങ്. നമ്മുടെ ചില ആൾക്കാരുണ്ട്, വാചകമടിയിൽ PhD എടുത്തവർ. എന്തോ സംസാരം, അയ്യോ കച്ചടത്തപ്പ യരലവശസഹ ലഴറ എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ കേട്ടിട്ടിരിക്കാം. വീടിൻ്റെ എല്ലാ കോണുകളിലും സംസാരിച്ച് കമോൺ. അവരോട് ഇന്ന് രാത്രി ചെന്ന് നിങ്ങൾ കാണുന്നെങ്കിൽ പറ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ. കുറച്ച് മാതൃഭാഷ പറ. കൂടുതൽ പിതൃഭാഷ. ചേട്ടാ, നിങ്ങളെല്ലാവരും പേടിച്ചാണല്ലോ പറയുന്നത്. അത് എന്നെ അടിച്ച് വെളിയിൽ കളയും ബ്രദറെ എന്ന ബഹുമാനത്തിൽ നിങ്ങൾ പറയുന്നത് തോന്നുന്നു. കുറച്ച് മാതൃഭാഷ, കൂടുതൽ പിതൃഭാഷ. അങ്ങനെയൊക്കെ ലൈഫ് മാറും. ഒത്തിരി പേരുടെ ദൈവകൃപ നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യാഖ്യാനിച്ച് തരാം. ഇത് തെറ്റായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒത്തിരി പേരുടെ ദൈവകൃപ നഷ്ടപ്പെടുന്നത്. പക്ഷെ ഉള്ള ദൈവകൃപ നഷ്ടപ്പെടാതെ അത് വർദ്ധിക്കുന്നത് ഈ മാതൃഭാഷ അങ്ങ് ഓഫ് ചെയ്ത് പിതാവിൻ്റെ ഭാഷ ഓൺ ചെയ്യുന്നത് കൊണ്ടാണ്. ഞായറാഴ്ചയും ബുധനാഴ്ചയും വന്ന് എനിക്കുണ്ട് എന്ന് കാണിക്കാനുള്ളതല്ല അന്യഭാഷ. അന്യഭാഷയുടെ ഏറ്റവും വലിയ ഉപയോഗം പബ്ലിക്കിലല്ല അന്യഭാഷയുടെ ഉപയോഗം. പ്രൈവറ്റിലാണ് ഏറ്റവും വലിയ ഉപയോഗം.
നമ്മൾ പ്രൈവറ്റിൽ പറയുന്നില്ല. നമ്മൾ പ്രൈവറ്റിൽ ബാക്കിയുള്ള എല്ലാം പറഞ്ഞിട്ട് പബ്ലിക്കിൽ മാത്രം വന്ന് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്. നോ, അതിങ്ങനെ അതല്ല. ഹല്ലേലൂയ. 2 പേരെ തൊട്ട് പറ, വേഷം കെട്ടല്ലേ. പെട്ടെന്ന് പറഞ്ഞേ, വേഷം കെട്ടല്ലേ. സ്തോത്രം. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ എന്നോട് ചോദിക്കും, ബ്രദർ സ്തോത്രം വാട്ട് അബൌട്ട് യു? ഞാൻ പറയട്ടെ, എത്രയോ വർഷങ്ങളായി മിനിമം 3 മണിക്കൂറെങ്കിലും ഞാൻ ഈ ഭാഷയിൽ പ്രാർത്ഥിക്കും. മിനിമം, ഡെയിലി മിനിമം. ആ റെക്കോർഡ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒന്ന് കയറി വാ. അങ്ങനെ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഇന്നായിരിക്കുന്നതിൽ നിന്ന് ഇത് ഇരട്ടി അളവിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഇവിടെ നിന്ന് ബോംബെക്ക് ഡ്രൈവ് ചെയ്യാൻ ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കുമെന്നാണ് എനിക്ക്, 3 ദിവസം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ 2.5 ദിവസം, 2.5-3 ദിവസം. പക്ഷേ പ്ലെയിനിൽ കയറിയുന്ന 1 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ടെത്തും. സോ അത്രയും ഡിഫറൻസാണ് ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവനും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. കമോൺ, നിങ്ങളുടെ വേഗത വർദ്ധിക്കട്ടെ, നിങ്ങളുടെ ആക്സിലറേഷൻ വർദ്ധിക്കട്ടെ, നിങ്ങളുടെ ആക്സിലറേഷൻ ദൈവകൃപയാൽ വർദ്ധിക്കട്ടെ. ജയം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ഒരു പ്ലാറ്റ്ഫോമിലും പരാജയപ്പെടത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് ഒരു മീറ്റിങ്ങിനും ഡ്രൈ ആകത്തില്ല. ഹല്ലേലൂയ. നനഞ്ഞ തോട്ടങ്ങളിൽ വെള്ളമൊഴിക്കുന്നത് പോലെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ എന്നും ആത്മാവിൽ നനഞ്ഞിരിക്കും. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. മറ്റൊരു ആയുധമാണ് സ്തോത്രം. അതേ ദൈവവചനം പറയുന്നു, ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം, നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് ഇതെല്ലാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 11 വരെ. ഫിലിപ്പിയർ 2, 8 മുതൽ 11 വരെ. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, പിന്നെ സകല നാമത്തിനും മേലായ നാമം നൽകി. Therefore, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. എല്ലാവരും പറഞ്ഞേ, എന്തുകൊണ്ട്? പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്തുകൊണ്ട്? അതുകൊണ്ട് എന്ന് തിരുവചനം പറയുന്ന എല്ലാവരും ശബ്ദം ഉയർത്തി പറ, എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ദൈവം യേശുവിനെ ഉയർത്തിയത്? അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ദൈവം അവനെ ഉയർത്തി എന്ന് പറയുന്നത്. പലരും ഉയർത്തപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. പിള്ളേർ ഉയർത്തപ്പെടുന്നു. പണ്ട് ടോർച്ച് ട്രൂത്തിൽ വന്ന ലെവലിലല്ല നിങ്ങളുടെ മക്കൾ അങ്ങനെയല്ല, നിങ്ങളുടെ സമ്പത്ത് അങ്ങനെയല്ല, നിങ്ങളുടെ ജീവിത ശൈലി അതല്ല. ദൈവം നിങ്ങളെ ഉയർത്തി. അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ചർച്ചി വന്ന് താഴോട്ട് പോയെന്ന് ആരെങ്കിലും പറയൂ? നോവേ. സ്തോത്രം. ദൈവം നിങ്ങളെ ഉയർത്തി. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഉയർത്തി? വില കൊടുത്തത് കൊണ്ട്. വില കൊടുത്താലേ ഉയർത്തപ്പെടാൻ പറ്റത്തുള്ളൂ. ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ചത്തു എങ്കിൽ വളരെ ഫലം കായ്ക്കും. കൈകൊണ്ടാണ് വിതയ്ക്കുന്നത്, പക്ഷെ കൊയ്യാൻ വലിയ കൊട്ടയും കൊണ്ടാണ് പോകുന്നത്. കയ്യിലിരുന്നതാ, പക്ഷെ ഇപ്പോൾ കൊട്ടക്കണക്കായി വർധനവ് പ്രാപിച്ചു. ദാറ്റ് മീൻസ് ഉയർത്തപ്പെട്ടു. അത് വില കൊടുത്തത് കൊണ്ടാണ്. സോ യേശു കർത്താവ് കൊടുത്ത വിലയായിരുന്നു. അതുകൊണ്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എത്രത്തോളം താഴ്ത്തപ്പെടാം അത്രത്തോളം താഴ്ത്തപ്പെട്ടു. ദാവീദിനോ ഗിദെയോനോ ശിംശോനോ മോശയ്ക്കോ വേറെ ആർക്കും ഇത്രയും വലിയൊരു താഴ്ച ഉണ്ടായില്ല. നമുക്കറിയാം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? നഗ്നനായി തകർന്നു കിടന്ന് നിലവിളിച്ചു. അങ്ങനെ നഗ്നനായി തകർന്ന ഒരു ഭക്തനെ, ഒരു പ്രവാചകനെ, ഒരു ന്യായാധിപനെ, ഒരു രാജാവിനെ, ഒരു പുരോഹിതനെ നിങ്ങൾക്ക് ബൈബിൾ കാണാൻ കഴിയത്തില്ല. ഇത്രയും ഗതികേട് എന്ന് പറയത്തക്ക നിലയിൽ ആരോ പറഞ്ഞല്ലോ, അത് അയ്യോ എന്നെപ്പോലെ ഗതികെട്ട് ജീവിക്കുന്ന ആരുമില്ല, എന്നെപ്പോലെ ഇങ്ങനെ വന്ന ആരുമില്ല. യേശു കർത്താവിൽ നോക്കി നമുക്ക് പറയാം, നോ, അത് ഗതികേടല്ല, അത് വില കൊടുത്തതാണ്. നിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ്. നിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി നീ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇന്നലകൾ, കണ്ണുനീരുകൾ, തകർച്ചകൾ, പിടച്ചിലുകൾ, മുറിവുകളെല്ലാം ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയത്.
അപ്പം മറുവശം കൂടെ പറയട്ടെ, അയ്യോ ഇതുപോലെ നാണം കെട്ട വേറെ ഒരാളില്ല, ഇതുപോലെ ഗതികെട്ട ഒരാളില്ല എന്ന് ഒരു വശത്തെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, നിങ്ങളെ നോക്കി നാട്ടുകാർ മുഴുവൻ പറയുമ്പോൾ ഇതുപോലെ മാനിക്കപ്പെട്ടത് വേറെ ഒരാളില്ല. മറുവശത്ത് നിങ്ങളുടെ ശത്രുക്കൾ പോലും പറഞ്ഞിരിക്കും, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഉയർത്തപ്പെടുമെന്ന്. റോമ ഗവൺമെൻറ് പറഞ്ഞു കാണാം, യഹൂദ മതം പറഞ്ഞു കാണാം, എന്തിനേറെ പറയുന്നു, തലതകർത്ത പിശാച് പോലും പറഞ്ഞു കാണാം. ദൈവവചനം പറയുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കത്തില്ലായിരുന്നു. സാത്താൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയും, വേണ്ടായിരുന്നു. സ്തോത്രം. ഇങ്ങനെ വെട്ടിയത് കൊണ്ടാണ് ദൈവനെ പ്രൊമോട്ട് ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് സകല നാമത്തിന് മേലായ നാമം യേശു കർത്താവിന് നൽകിയത് കൊണ്ട്, അറ്റ് ദ നെയിം ഓഫ് ജീസസ്, യേശു എന്ന നാമത്തിന് മുൻപാകെ സകല വെല്ലുവിളികൾ മുട്ടുമടക്കി തന്നെയാകും. രോഗങ്ങളാകട്ടെ, ശാപങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, വെല്ലുവിളികളാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് നിൻ്റെ മുൻപിൽ മുട്ടുമടക്കും. സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ഈ ഗദശമന തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച 4 സുവിശേഷങ്ങൾ നിങ്ങൾ പോയി വായിച്ചു നോക്കുമ്പോൾ, അവൻ മുട്ടിന്മേൽ ഇരുന്നെന്നല്ല തിരുവചനം പറയുന്നത്, മുട്ടിന്മേൽ നെടുമ്പാട് വീണു, മുട്ടിന്മേൽ നിന്നു. അതാണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പൊസിഷൻ. നിങ്ങൾ മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്ററാണ് മുട്ടിന്മേലൊന്ന് നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ എങ്കിൽ കഴിവുള്ളവർ അങ്ങനെയെങ്കിൽ അതിൻ്റെ പറയാനുള്ള ഒരു കാര്യം, കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നവൻ വേറെ ഒന്നിൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ട ഗതികേട് ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നവൻ വേറെ ഒന്നിൻ്റെ മുൻപിലും മുട്ടുമടക്കത്തില്ല. ദാനിയേൽ 6:10 രേഖ തനിക്കെതിരെ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ ദിവസേന ചെയ്യുന്നത് പോലെ ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി സ്തോത്രം ചെയ്തു. 82-ാമത്തെ വയസ്സിലാണ് അത് സംഭവിക്കുന്നത്. 82-ാമത്തെ വയസ്സിൽ തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ താൻ നിരാശനായെന്നോ, മെൻ്റലി അപ്സെറ്റായെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമ വന്നെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാനിക് അറ്റാക്ക് വന്നെന്നോ എന്നല്ല തിരുവചനം പറയുന്നത്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയവനെ പിടിച്ച് 300-400ഓളം സിംഹങ്ങളുള്ള വലിയ കിണറിന് സമാനമായ വലിയ കുഴികളിൽ അവനെ ആ വലിയ കുഴിയിൽ അവനെ വലിച്ചിട്ടപ്പോൾ 100 കണക്കിന് സിംഹങ്ങൾ. അല്ലാതെ നിങ്ങൾ അപ്പുറത്ത് കാണുന്ന മറ്റേ മ്യൂസിയത്തിൽ കാണുന്ന ക്ഷയരോഗം പോലെയുള്ള എലുമ്പിച്ച അതായത് സിംഹത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. 100 കണക്കിന് സിംഹങ്ങൾ അവൻ്റെ മുൻപിൽ മുട്ടുമടക്കി. ഞാൻ കാണും നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന സകല വിഷയങ്ങൾ once forever in the mighty name of Jesus നിങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കിയിരിക്കും. ഒന്നും നിങ്ങളുടെ മേൽ കുതിര കയറത്തില്ല. കാരണം ബിക്കോസ് there is power in the name of Jesus. ധൈര്യമായിരിക്കും മക്കളെ, ധൈര്യമായിരിക്കുക. അപ്പച്ചൻ കൈവിടത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല. ലോകാവസാനത്തിൻ്റെ എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്നോട് കൂടെയുണ്ട്. അത്ഭുതങ്ങളെ മേൽ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ട് ജീവിപ്പാൻ വേണ്ടി പോകുകയാണ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കൊട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. മറ്റൊരായുധമാണ് യേശുവിൻ്റെ രക്തം. വെളിപ്പാട് 12:10 വായിക്കുമ്പോൾ, വെളിപ്പാട് 12:10 സ്തോത്രം മോനെ, വെളിപ്പാട് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12:10 വെളിപ്പാട് 12:10 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവർ എന്ന് പറഞ്ഞാൽ സഭ, അവനെ എന്ന് പറഞ്ഞാൽ സാത്താനെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷികൻ വചനത്താലും ജയിച്ചു. 2 കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, കുഞ്ഞാടിൻ രക്തവും സാക്ഷിയൻ വചനവും. സ്തോത്രം അല്ലേ? കുഞ്ഞാട് 11-ാം വാക്യം, വെളിപ്പാട് 12:10-11 അവർ അവനെ, കുഞ്ഞാട് 11-ാം വാക്യത്തിൽ അവർ അവനെ എന്ന് പറഞ്ഞാൽ സാത്താനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യം വചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ചർച്ചിനെ കുറിച്ച് പറയുക, സഭയുടെ മെൻറ്റാലിറ്റി നോക്കുക. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത്, ജയിക്കുന്ന സഭ ഒരു രക്തസാക്ഷി പടയാണ്. ഓ, സ്വന്തം പ്രാണനെ ത്യജിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നവൻ തോറ്റ് നിൽക്കത്തില്ല, ജയിച്ചേ നിൽക്കത്തുള്ളൂ.
ഒരു രക്തസാക്ഷിപ്പട പോലെ സ്വന്തം പ്രാണനെ സ്നേഹിക്കുന്നില്ല. പോന്നേ പോട്ടെ, 2 പ്രാവശ്യം കൊല്ലാൻ പറ്റത്തില്ലല്ലോ, ഒരിക്കലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ കമാൻ, 2 പ്രാവശ്യം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് 2ാം മരണത്തിന് എൻ്റെ മേൽ അധികാരമില്ല. ഓ ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സ്വന്തം പ്രാണനെ പോലും സ്നേഹിക്കാത്തവർ, സ്തോത്രം, യേശുവിൻ്റെ രക്തത്താൽ ജയിക്കുന്നു. പക്ഷെ ഏത് ബാങ്കും കൊള്ളയടിക്കാൻ കയറുന്ന കൊള്ളക്കാരൻ രക്തത്താൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നടക്കൂ? വല്ല വീടും തുറക്കാൻ വേണ്ടി നടക്കുന്നവൻ രക്തത്താൽ മറയ്ക്കണമേ നടക്കൂ? അടുത്ത പറമ്പിൽ നല്ല തേങ്ങ ഇരിക്കുന്നു, അല്ലെങ്കിൽ കരിക്കിരിക്കുന്നു, ആ കരിക്കിനെ അല്ലെങ്കിൽ തേങ്ങയെ മോട്ടിക്കാൻ പോകുന്ന ആരും കാണല്ലേ, രക്തത്താൽ മറയ്ക്കണമേ. ഉള്ള കൊല്ലരുതായ്മ എല്ലാം പറഞ്ഞിട്ട് കുന്നാമി കുശുമ്പും അസൂയയും ഒക്കെ ഉണ്ടായിട്ട് പിന്നെ അവസാനം മറ്റേ വാഷിംഗ് പൗഡർ നിർമ്മ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പോലെ രക്തത്താൽ കഴുകണമേ. വഞ്ചിക്കപ്പെടല്ലേ, വചനമാണ് ഞാൻ പറയുന്നത്, വഞ്ചിക്കപ്പെടല്ലേ. തിങ്കൾ മുതൽ ശനി വരെ വായിൽ വന്ന എല്ലാം പറഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ ഇന്ന് ആരാധനയുടെ ദിവസം, ആരാധനയുടെ ദിവസം ആയതുകൊണ്ട് ഇന്ന് രക്തത്താൽ കഴുകണമേ നടക്കത്തില്ല മക്കളെ. കാരണം ഫ്രീ ആയിട്ട് റേഷൻ അരി പോലെ ഫ്രീ ആയി കിടക്കുന്ന ഒരു സാധനമല്ല യേശുവിൻ്റെ രക്തം. അത് പ്രഷ്യസ് ആണ്. യേശുവിൻ്റെ രക്തം അത് വിലയേറിയതാണ്. അത് ഏതെങ്കിലും വടക്കം വഴി ജീവിക്കുന്നവനെ കഴുകുന്നതല്ല, അത് വെളിച്ചത്തിൽ ജീവിക്കുന്നവനെ കഴുകുന്നതാണ്. വെളിച്ചത്തിൽ ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മറയ്ക്കാനൊന്നുമില്ല. തീവ്രവാദിയെ കഴുകുന്നതല്ല യേശുവിൻ്റെ രക്തം. കള്ളനെയും കൊള്ളക്കാരനെയും കഴുകുന്നതല്ല യേശുവിൻ്റെ രക്തം. മക്കളെ ആ വാക്യം കൂടെ കാണിക്കാം. 2 ആൻറ്റിമാർ എന്നെ തുറച്ചു നോക്കുന്നു. 1 യോഹന്നാൻ 1:7, 1 യോഹന്നാൻ 1:7, 1 യോഹന്നാൻ 1:7. 9 എന്നാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ ടൈമല്ല ഞാൻ 9 എന്ന് പറഞ്ഞത്, വേറെ കണ്ടൊക്കെ ഉള്ള 9 ആണ്. പെട്ടെന്ന് നിർത്താം. സ്തോത്രം. നോക്ക് പെട്ടെന്ന് നിർത്താം. 1 യോഹന്നാൻ 1:7, ആ 1:9. ആരെയാണ് കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ കഴുകുന്നത്? 1:7 മുതൽ താഴേക്ക് വായിക്കുക. 1:7 മുതൽ. നോക്ക്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. 1:7. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഇരുട്ടിൽ ആരും അറിയല്ലേ, ഞാൻ പറഞ്ഞ ആരടുത്തും പറയല്ലേ. എന്തൊരു ശാന്തത. യവറ്റകൾ സ്വർഗത്തിൽ കയറുമ്പോഴാണ് 1/2 മണിക്കൂർ മൗനത. ആരും അറിയല്ലേ, ഞാൻ പറഞ്ഞത് പറയല്ലേ എന്ന് പറയുന്ന ഇരുട്ടിൽ വസിക്കുന്നവന് നടക്കത്തില്ല. മാനസാന്തരത്തിൻ്റെ ഫലം വെളിച്ചമാണ്. അപ്പൻ്റെ വീട്ടിൽ നേരെ വന്ന് പറഞ്ഞു, അപ്പ സ്വർഗത്തോട് നിന്നോട്, അല്ലാതെ തലയിൽ മുണ്ടിട്ട് രക്തത്താൽ മൊത്തത്തിലങ്ങ് കഴുകണമേ. ഇത് ഉജാലയുടെ പരസ്യമല്ല, ഇത് സർഫൾട്രയല്ല, ഇത് യേശുവിൻ്റെ രക്തമാണ്. 2 പേരെ തൊട്ട് ദയവായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. ദയവാറെ കുറുക്ക് വഴിയിൽ കാര്യം നേടാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞേ. ചൊവ്വയുള്ള വഴിയിലൂടെ നടന്നാൽ മാത്രമേ വാഗ്ദത്തത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എത്ര പേര് അനുഗ്രഹിക്കപ്പെടുന്നു ഇന്ന് രാത്രി? റിയലി ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് എനിക്കുള്ളതാ. ആദ്യം ഇവിടെ വന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് വരുന്നത്. ആ സ്തോത്രത്തിന് ഒരു ദ്വയാർത്ഥ പ്രയോഗം ഇല്ലേ? കിട്ടട്ടെ എന്ന ഒരു ശബ്ദം പോലെ ഇല്ലേ? ഈ പല പ്രാസംഗന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പം പറയട്ടാ, ഒത്തിരി പ്രാസംഗന്മാരെ ഇത് കോപ്പി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുക, അവൻ നാട്ടുകാർക്ക് വേണ്ടി ബൈബിൾ വായിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പും, യവൻ പട്ടിണി കിടക്കും. മറ്റുള്ളവർക്ക് വിളമ്പി യവൻ പട്ടിണി കിടക്കുമ്പോൾ 4 വെള്ളിയാഴ്ച കഴിയുമ്പോൾ യവൻ ചാകും. എടോ പാസ്റ്ററേ, എടോ പ്രാസംഗനെ, നീ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ബൈബിൾ വായിക്കണ്ടേ, ആദ്യം നീ തിന്നണം. ആദ്യം നീ നിന്നെ തന്നെ ബലപ്പെടുത്തണം. ആ സ്പിരിച്വൽ ആരോഗ്യം കൊണ്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ.
ലിറ്ററലി ഈ ദൂത് ഇന്ന് എടുക്കുമ്പോണ്ടല്ലോ ഞാൻ പൊട്ടി കരഞ്ഞ് കർത്താവിൽ നിന്ന് ഒരു ഗർഭദ്വാരത്തിൽ നിന്ന് ഒരു ശിശുവിനെ പ്രാപിക്കുന്ന പോലെ പ്രാപിച്ചിട്ടാണ് ഞാൻ വന്നേ. മനസ്സിലായോ? ഒരു ദൈവകൃപയുടെ ഒരു പ്രേവൽ വെളിപ്പെടുന്നെങ്കിൽ മക്കളെ എൻ്റെ പിൻപിൽ കുറച്ച് കണ്ണുനീരുണ്ട്. അതുകൊണ്ട് ഞാൻ ക്രൈസ്റ്റ് സെന്ററിനോട് പറയാം, ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. വില കൊടുത്താലേ എഫക്റ്റീവായി ഈ തലമുറയിൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും പ്രയോജനപ്പെടാൻ കഴിയത്തുള്ളൂ. വെളിച്ചത്തിൽ നടക്കുന്നവനെയാണ് യേശുവിൻ്റെ രക്തത്താൽ അവൻ കഴുകുന്നത്. കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷിயின் വചനത്താലും ശത്രുവിനെ ജയിക്കുന്നു. ദാറ്റ് മീൻസ് വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് സാക്ഷിயின் വചനമുള്ളത്. അവൻ്റെ ലൈഫ്, അവൻ്റെ ജീവിതം വെളിച്ചത്തിൽ നടക്കുകയാണ്. അതാണ് അവൻ്റെ സാക്ഷ്യമുള്ള ജീവിതം. നിങ്ങൾക്കെതിരെ അപവാദം പറയുന്നവർ കാണും, നിങ്ങൾക്കെതിരെ കള്ളക്കഥകൾ പറയുന്നവർ കാണും. അയ്യോ, ഇവിടെ മിക്കവാറും സർക്കസ് അല്ലേ നടക്കുന്നത്? കള്ളക്കഥകൾ പറയുന്ന CNN, BBC, ABC, ഏഷ്യാനെറ്റ്, MMT എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ കള്ളക്കഥകൾ, അപവാദം പറയുന്നത്. അതിൻ്റെ നടുവിൽ എങ്ങനെയാ ബ്രദറെ ജയിക്കുന്നത്? ജീവിച്ച് ജയിക്കണം. പ്രസംഗിച്ചല്ല ജയിക്കേണ്ടത്, ഉപവാസ പ്രാർത്ഥന നടത്തിയല്ല ജയിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ഇസബേലുകളെ മിണ്ടാതാക്കാൻ ജീവിച്ച് ജയിക്കണം. ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ നോട്ട് പുട്ടിൽ എഴുതിയിട്, സാക്ഷ്യമുള്ള എൻ്റെ ജീവിതം വലിയൊരായുധമാണ്. സാക്ഷ്യമുള്ള ജീവിതം ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കും. സർവിലൻസ് ക്യാമറ പോലെ നിങ്ങളെ ഉറ്റുനോക്കുന്ന വ്യക്തികൾ കാണും. അയൽവാസികളുണ്ടായിരിക്കും, ബന്ധുക്കളുണ്ടായിരിക്കും. നിങ്ങൾ എവിടെ എത്തി, നിങ്ങളുടെ മക്കൾ എവിടെ എത്തി എന്ന് നോക്കുന്നവർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരൊറ്റ വിഷയത്തിൽ പോലും നീ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. പട്ടണവാദിക്കൾ നിനക്കൊരു സാക്ഷ്യമുള്ള ജീവിതമെങ്കിൽ നീ തല ഉയർത്തി പറവാൻ നിനക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കും. കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷിൻ വചനത്താലും ശത്രുവിൻ ജയിച്ചു. പെട്ടെന്ന് മത്തായി 17:20 ഉപവാസത്താൽ ജയിക്കുന്നു. ഉപവാസത്താൽ ജയിക്കുന്നു. മത്തായി 17:20 നിങ്ങളുടെ അല്പം വിശ്വാസം നിമിത്തം അത്ര 21 നിങ്ങൾ കടുമണിയോളം, മത്തായി 17:21 നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങുന്നില്ല. ഉപവാസവും പ്രാർത്ഥനയും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എന്താണ്? ഒരു കീറാമുട്ടി പോലെ ഒരു വിഷയം എസ്തേറിൻ്റെ മുമ്പിൽ വന്നു നിന്നു. പക്ഷെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നത്തേതായാലും പുരിയുമെന്ന് അവൻ്റെ കലണ്ടറിൽ മാർക്ക് ചെയ്യുന്ന, അവൻ്റെ കലണ്ടറിൽ മാർക്ക് ചെയ്ത ഒരു ചരിത്ര വിജയം ദൈവം നൽകി. ഒരു ചരിത്ര വിജയം ദൈവം നൽകി. ഉപവാസം കൊണ്ടുവരുന്നത് എഴുതിയിട്ട് കാണാതെ പഠിക്കും ഒരു ചരിത്ര വിജയമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കലണ്ടറിൽ എന്നെന്ന മാർക്ക് ചെയ്യുന്ന ഒരു ചരിത്ര വിജയം നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കും. 4 കൊല്ലം കഴിയുമ്പോൾ, 10 കൊല്ലം കഴിയുമ്പോൾ, നിങ്ങളുടെ മരണം വരെ മക്കളെ ഇന്ന മാസം ഇത്രാം തീയതി അപ്പച്ചൻ എനിക്ക് വേണ്ടി ഇറങ്ങി എന്ന് പറയുക. ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര വർഷം മുമ്പ് ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റു എന്ന് പറയുവാൻ ഒരു ചരിത്ര വിജയം നിങ്ങളുടെ മക്കൾക്കായി, നിങ്ങൾക്കായി, നിങ്ങളുടെ വീടിനായി ദൈവം ചെയ്യുന്നത് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ഒരു പുതിയ ഹിസ്റ്ററി എൻ്റെ ലൈഫിൽ വെളിപ്പെടണം, ഒരു ഹിസ്റ്റോറിക് ബ്രേക്ക് ത്രൂ ഉണ്ടാകണമെന്ന് ആരേലുമൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിർത്തി. ഉപവാസവും പ്രാർത്ഥനയും ഒരു ഹിസ്റ്റോറിക് ബ്രേക്ക് ത്രൂ നിങ്ങൾക്കായി നൽകുന്നു. നിങ്ങളെ ഹിസ്റ്ററി ആക്കും എന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ, നിങ്ങളെ ഹിസ്റ്ററി ആക്കും, നിന്നെ കൊന്ന ഹിസ്റ്ററി ആക്കും എന്ന് ചെകുത്താൻ വെല്ലുവിളിക്കുമ്പോൾ, ഇല്ല, എൻ്റെ മുൻപിൽ ഇതാ ഹിസ്റ്റോറിക് ഇയേഴ്സ് ആരംഭിക്കുന്നു എന്ന് പറയുവാൻ ഉപവാസം പ്രാർത്ഥനയും പുതിയ വഴികളെ, വാതിലുകളെ നിങ്ങൾക്കായി തുറക്കുന്നു. ഹല്ലേലൂയ. ഉപവാസവും പ്രാർത്ഥനയും അത് ചരിത്രം കൊണ്ടുവരുന്ന വിജയമായി തീരുന്നു. ഹല്ലേലൂയ. ഞാൻ നിർത്തി. ഫൈനലി സ്തോത്രം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, സ്തുതിയും ആരാധനയും നിങ്ങൾക്ക് ജയത്തെ കൊണ്ടുവരുന്നു. 2 ദിനവൃത്താന്തം 20:20 യഹോശാഫാത്ത് ആരാധനയുമായി മുന്നിലേക്ക് കടന്നുപോയി.
യഹോശഫാത്ത് 2 ദിനവൃത്താന്തം 20:20 യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് വിശുദ്ധ വസ്ത്രാലങ്കാരത്തെ ധരിച്ച് സ്തുതിച്ച് ആരാധിച്ചവർ മുന്നിലേക്ക് കടന്നുപോയി. ദാവീദ് ജയിച്ചു കുഞ്ഞുങ്ങളെ. ദാവീദ് എന്തുകൊണ്ട് ജയിച്ചു? ദാവീദ് ജയിച്ചത്, എഴുന്നേറ്റ് നിന്ന് കേട്ടാട്ടെ, ദാവീദ് ജയിച്ചത് എന്തുകൊണ്ട്? സ്തോത്രം. കാരണം അവൻ കാട്ടിൽ ആരാധിച്ചത് കൊണ്ട് അവന് നാട്ടിൽ ജയമുണ്ടായി. അവൻ കാട്ടിൽ ആരാധിച്ചത് കൊണ്ട് അവന് നാട്ടിൽ ജയമുണ്ടായി. അവൻ കാട്ടിൽ ആരാധിച്ചുകൊണ്ട് നാട്ടിൽ നിങ്ങളുടെ വീടുകൾ ആരാധനയുടെ വീടുകൾ ആകട്ടെ. യൂട്യൂബിൻ്റെ ശബ്ദമല്ല ഞാൻ പറഞ്ഞത്, ടി വിയുടെ ശബ്ദമല്ല ഞാൻ പറഞ്ഞത്, മറ്റേതെങ്കിലും ഡിജിറ്റൽ സ്ക്രീനിലൂടെ നിങ്ങൾ ഫേസ്ബുക്കോ ലൈവോ കാണുന്ന ശബ്ദമല്ല ഞാൻ പറഞ്ഞത്. നിൻ്റെ ലൈഫിൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നത് നിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ശബ്ദമല്ല, നിൻ്റെ ശബ്ദം സ്വർഗത്തിലേക്ക് ഉയരുമ്പോഴാണ്. നിങ്ങളുടെ ശബ്ദം സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ നിന്നിലേക്ക് ജയം കൊണ്ടുവരുന്നു. പൗലോസും ശീലാസും അതേ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ 2 വിശ്വാസികളാണ്, പൗലോസും ശീല. പൗലോസെ നീ പാടിക്കോ, ഞാൻ മാറിയിരുന്ന പത്രം വായിക്കട്ടെ എന്നല്ല സ്തോത്രം ശീലാസ് പറഞ്ഞ. ശീലാസെ നീ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ നിൻ്റെ ആരാധനയും എനിക്ക് നന്മയാണെന്ന് പറഞ്ഞ് മാറിയല്ലായിരുന്നു. ചില വീടുകളിൽ ആൻറ്റി മാത്രം പ്രാർത്ഥിക്കും, ഭർത്താവ് പ്രാർത്ഥിക്കത്തില്ല. അവൻ ടി വിയും കണ്ട് ഫേസ്ബുക്കും നോക്കി ഡിജിറ്റൽ സ്ക്രീനിൽ കുത്തി ഇങ്ങനെ മാറിയിരിക്കും. നോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ആരാധിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കമാണ്, ഒരുമിച്ച് ആരാധിക്കുക. എല്ലാവരും അപ്പനും അമ്മയും മക്കളുമായി ഒരുമിച്ച് ആരാധിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ആരാധിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. കരങ്ങളെ അടിച്ച് യെസ്, നിങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പോരാട്ടങ്ങളിലല്ല ജീവിക്കുന്നത്, നിങ്ങൾ യുദ്ധങ്ങളല്ല ജീവിക്കുന്നത്. There is a season of celebration is on the way. ഓ ഹല്ലേലൂയ. നിങ്ങൾ മഹത്വത്തിലാണ് ജീവിക്കുന്നത്, അവൻ്റെ പ്രസൻസിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പുതിയ നിയമസഭ അതേ അവൻ്റെ പ്രസൻസിലാണ് ജീവിക്കുന്നത്. അറിയാതെ യുദ്ധങ്ങൾ വരും, അറിയാതെ യുദ്ധങ്ങൾ പോകും, പക്ഷേ ജയത്തിൻ്റെ കൊടിയെ ദൈവം നിങ്ങൾക്കായി ഉയർത്തിയിരിക്കും. അറിയാതെ പ്രോബ്ലംസ് വരും, അറിയാതെ പ്രോബ്ലംസ് വിട്ടുപോകും, പക്ഷെ ജയത്തിൻ്റെ കൊടി, യഹോവ നിസി എന്ന ജയത്തിൻ്റെ കൊടിയെ ദൈവം നിങ്ങൾക്കായി ഉയർത്തിയിരിക്കും. കമാൺ, കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ജയം 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 റിംഗൂലങ്ങനേരകജാതകത ഓ റിംഗല്ലാഖസീഗനയാന്തരീരബലം ദംബ്രൂജകതകതനിയാന്തരരിയാസ് കരങ്ങളെ ഉയർത്തി 1 മിനിറ്റ് കൂടെ 2 കരങ്ങളെ തലയ്ക്ക് മുകളിൽ ഉയർത്തി എല്ലാവരും ആരാധിച്ച് യോഗ്യനേ ആരാധ്യനേ യോഗ്യനേ എൻ യേശുവേ യോഗ്യനേ ആരാധ്യനേ യോഗ്യനേ എൻ യേശുവേ നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങേ സ്തുതിച്ചിടുന്നു നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങേ സ്തുതിച്ചിടുന്നു നീ മാത്രമാരാധ്യനേ നീ മാത്രം സ്തുതിക്കു യോഗ്യ നീ മാത്രം ആരാധ്യനേ നീ മാത്രം സ്തുതിക്കു യോഗ്യ കരങ്ങളെ ഉയർത്തി നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ
യേശുവേ ഞാൻ അങ്ങേ സ്തുതിച്ചിടുന്നു. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാൻ അങ്ങേ സ്തുതിച്ചിടുന്നു. വിശ്വസ കർത്താവെ കൽപ്പിച്ച ദൈവിക ദൂതനായ സ്തോത്രം. ആകാശം ഭൂമിയും മാറും, നിലങ്ങയുടെ വചനം ഒരിക്കലും മാറത്തില്ല. ജയത്തിൻ്റെ അടയാളങ്ങളായി നിന്റെ മക്കൾ ജീവിക്കട്ടെ. ജയത്തിൻ്റെ സാക്ഷ്യമരിലൂടെ ഉയരട്ടെ. ജയത്തിൻ്റെ മണ്ഡലങ്ങളിൽ അവർ യാത്ര ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ജയം എല്ലാ വിഷയങ്ങളിൽ കർത്താവ് കൽപ്പിച്ച് കഴിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ ആയുധവർഗം ധരിച്ച് കോട്ട കാത്തിരിക്കുന്ന പടയാളിക്ക് സമാനമായി ശത്രുവിൻ്റെ മുമ്പിൽ തലകുനിയാതെ മുട്ടുമടക്കാതെ ജയിച്ചു മുന്നേറുന്നവരാക്കി എല്ലാവരെയും തീർക്കും. അങ്ങ് ഞങ്ങളുടെ യുദ്ധങ്ങളെ ഏറ്റെടുത്ത് അങ്ങ് ഞങ്ങളെ ജയത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും ദൈവനാമത്തിൽ അനുഗ്രഹിച്ചയക്കുന്നു. കൃപ കൂടെ ഇരിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശത്രുവിൻ്റെ കയ്യിൽ ആയുധം ഇല്ല. അവനെ ആയുധവർഗവും വായിപ്പിച്ച് കർത്താവ് പരാജയപ്പെടുത്തി. പക്ഷേ നിങ്ങളുടെ കൈ ഒഴിഞ്ഞതല്ല, നിങ്ങളുടെ ജീവിതവും ഒഴിഞ്ഞതല്ല. കാരണം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ശക്തിയേറിയ ആയുധങ്ങളുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുകയും നടത്തുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ ആയുധങ്ങൾ. ബൈ. ഗുഡ് നൈറ്റ്. ഗോഡ് ബി വിത്ത് യു.